विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4 അതീന്ദ്രജ്ഞാനം ശ്ലോകം 9. ശ്ലോകം വായിക്കാൻ ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേതി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന। जन्मकर्म च मे दिव्यम् एवं यो वेति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। जन्मकर्म च मे दिव्यम् एवं यो वेति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। जन्मकर्म च मे दिव्यम् एवं यो वेति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। जन्मकर्म च मे दिव्यम् एवं यो वेति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। जन्मकर्म च मे दिव्यम् एवं यो वेति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सोऽर्जुन। जन्मकर्म च मे दिव्यम् नैति मामेति सोऽर्जुन। ആരെങ്കിലും ഒരാൾ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വായിച്ചു വിവർത്തനം വായിക്കും.
ഹരേ കൃഷ്ണ. എത്ര പേര് ശ്രീപ്രഭാതിലെ ഇതിന്റെ ഭാവാർത്ഥം മുഴുവൻ വായിച്ചിട്ടാണ് വന്നത്? അതുകൊണ്ട് 3 ദിവസം മുന്നേ ഗ്രൂപ്പിലെ പോസ്റ്റ് ചെയ്തത് വായിച്ചിട്ടുണ്ട്. ശ്രീപ്രഭാതിന്റെ റൂം കോൺവെർസേഷൻസ് വളരെ പ്രധാനമാണ്. ശ്രീപ്രഭാതിന്റെ ലെറ്റേഴ്സ്, അതേപോലെ റൂം കോൺവെർസേഷൻസ്. പ്രഭാത് സംസാരിച്ചതെല്ലാം ശിഷ്യർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ടേപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഭാതിൻ്റെ റൂം കോൺവെർസേഷനിൽ ഒരു തവണ പ്രഭാത് ചോദിച്ചതാണ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേഴ്സ് ഇൻ ഭഗവത്ഗീത? ഭഗവത്ഗീതയിലെ ഏറ്റവും നല്ല ശ്ലോകം, ഉത്തമമായ ശ്ലോകം ഏതാണ്? അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? നമ്മൾ ശിഷ്യർ കുറേ പേര് പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് വരുന്ന പല ശ്ലോകം അല്ലേ. അഹം സർവസ്യ പ്രഭു പറഞ്ഞു, അതേപോലെ സർവധർമ്മ പരിത്യജ്യ പറഞ്ഞു, പല ശ്ലോകങ്ങളും. പ്രഭാതിൻ്റെ ഉത്തരം ഈ ശ്ലോകമാണ്. ഗീതയുടെ മഹാത്മ്യത്തെ പറ്റി പറയുമ്പോൾ വേദങ്ങൾ വിഷ്ണുവിൻ്റെ ശ്വാസത്തിൽ നിന്ന് വരുന്നു, വിശ്വാസത്തിൽ നിന്ന് വരുന്നു വിഷ്ണുവിൻ്റെ എങ്കിൽ അതിന് ഇത്രയും മഹത്വമുണ്ട് അല്ലേ. ഏറ്റവും പ്രമാണമായിട്ട് നമ്മളെടുക്കുന്നതാണ് വേദങ്ങൾ. വേദങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ശ്വാസത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഗീത വന്നിരിക്കുന്നത് കൃഷ്ണൻ്റെ ചുണ്ടുകളിൽ നിന്നാണ്. അതുകൊണ്ട് അത് അത്രയും മധുരമാണ്. പക്ഷെ അതിൻ്റെ മാധുര്യം മനസ്സിലാവണമെങ്കിൽ എന്താണ്? ഗുരുകൃപ വേണം. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ അത് റിയലൈസ്ഡ് ആയിട്ടുള്ള സോഴ്സിൻ്റെ അത് മനസ്സിലാക്കിയ ആചാര്യന്മാരുടെ ഭാവാർത്ഥത്തോടുകൂടി വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പം ഈ ശ്ലോകത്തിൽ പറഞ്ഞ പ്രഭാത് പറയാൻ കാരണം ഏതാണ് ഏറ്റവും ബെസ്റ്റ് വേഴ്സ് എന്നുള്ളത്? എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? സൗണ്ട് റിമോട്ട് ഞാൻ എടുക്കാൻ മറന്നു തത്രപ്പാടിൽ. റിമോട്ട് എനിക്ക് കിട്ടും, അതിൽ വരുമോ എന്നുള്ളത് അറിയില്ല. സൗണ്ട് ചിലപ്പോൾ ഉള്ള സൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വരുന്നുണ്ടോ? റിമോട്ട് മൈക്ക് ചേർത്തു. അവിടെ മൈക്ക് വയ്ക്കും, ഇവിടെ അല്ല, പ്രൊജക്ടറിൻ്റെ അവിടെ മൈക്ക് വയ്ക്കും. ആ മൈക്ക് അങ്ങോട്ട് വയ്ക്കാൻ പറ്റുമോ? സ്പീക്കർ ഓക്കെ. ഇതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ ജന്മത്തിൻ്റെയും കർമ്മങ്ങളുടെയും അതീന്ദ്രിയ സ്വഭാവം അല്ലേ, തത്വത്തിൽ ശരിയായ റിയാലിറ്റി, ഇൻ റിയാലിറ്റി, ശരിക്കും യാഥാർത്ഥ്യം, അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി അത് മനസ്സിലാക്കിയാൽ അണ്ടർസ്റ്റാൻഡ്സ് എന്ത് ചെയ്യും? പിന്നെ ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു ജന്മം ഉണ്ടാവില്ല, ഒരു പുനർജന്മം ഉണ്ടാവില്ല, ഇനി വേറൊരു ശരീരം എടുക്കേണ്ടി വരില്ല. അത് മാത്രമാണോ? എങ്ങോട്ട് വരും? എന്നിലേക്ക് വരും. ആ ആള് അംഗീകരിക്കുന്ന ഒരാൾ എന്നിലേക്ക് വരും എന്നാണ് പ്രഭാത് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് അല്ലേ? അതെല്ലാം ഇതിൻ്റെ
എല്ലാം ചെയ്തതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇനിയൊരു ഈ ജനന മരണചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവത് ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് എല്ലാ ആത്മീയമായ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത് ഏറ്റവും നല്ല ശ്ലോകമായിട്ട് ശ്രീല പ്രഭുപാദ് കരുതുന്നത്. ഏത് മനസ്സിലാക്കണമെങ്കിൽ ഓക്കെ. അപ്പോൾ മനസ്സിലാക്കിയ എത്ര ഉള്ളു, എളുപ്പമാണത് എത്ര. ഞാൻ പറയുമ്പോൾ സാധാരണ രീതിയിൽ ഭഗവത്ഗീതയുടെ കുറിച്ച് മഹാത്മ്യങ്ങൾ അല്ലെ, ഒരുപാട് മഹാത്മ്യങ്ങൾ, ഗീതാ മഹാത്മ്യങ്ങൾ, ശങ്കരാചാര്യരുടെ മഹാത്മ്യമുണ്ട്, പത്മപുരാണത്തിൽ മഹാത്മ്യമുണ്ട്, ഗീതാ മഹാത്മ്യം. വൈഷ്ണവർ എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗീതാ മഹാത്മ്യമുണ്ട്. അതെങ്ങനെയാണ്? എത്ര ഗീത വിചാരശ്ച, എത്ര ഗീത വിചാരശ്ച, എവിടെയെല്ലാം ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഗീതയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഗീതയെ ചർച്ച ചെയ്യുന്നു, ഗീത കേൾക്കുന്നു. പഠനം പാഠനം തഥ, പഠനം പാഠനം തഥ, പഠിക്കുന്നു അല്ലേ. അത് അവിടെ വെച്ചെങ്കിൽ വായിക്കുന്നു, പാഠനം, പഠനം പാഠനം, വായിക്കുന്നു, മനസ്സിലാക്കുന്നു, ഒരാൾ പഠിക്കുന്നു. പഠിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, നോട്ട്സ് എഴുതുന്നുണ്ടാവും. പണ്ടുള്ളവർക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മസ്തകം മതിയായിരുന്നു പറയും. മസ്തകത്തിൽ കേട്ട് കഴിഞ്ഞാൽ എല്ലാം അവിടെ ഉണ്ടാവും, ബൈ ഹാർട്ട്. ഓക്കെ. ഇപ്പോൾ അതിലൊക്കെ നമുക്ക് പുസ്തകമാണ്. ഇപ്പം നോട്ട്സ് എഴുതുന്നുണ്ടായിരിക്കും. ശരിക്കും പഠിക്കുന്നുണ്ടെങ്കിൽ ആൾ നോട്ട്സ് എഴുതുന്നതാണ്. നോട്ട്സ് എഴുതണം, വളരെ പ്രധാനമാണ്. ചില സമയത്ത് ശ്രീലപ്രഭ ചോദിക്കാറുള്ളത് ഡു യു റീഡ് മൈ ബുക്സ് അല്ല, ഡു യു സ്റ്റഡി മൈ ബുക്സ്. മീൻസ് യു ഹാവ് ടു സ്റ്റഡി, പഠിക്കാം. ഓക്കെ. പഠനം പാഠനം തഥാ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? പഠിക്കുമ്പോൾ എന്നുണ്ടായിരിക്കില്ല, അതിൻ്റെ ഇടയിൽ കൂടെ റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ജപിക്കുന്നുണ്ടാവില്ല. കാരണം അത് പഠനവുമല്ല ജപവുമല്ല, നാമാഭാസവുമാണ്. ഒപ്പം തന്നെ എന്താണ്, ഇതുകൂടിയാണ്, പഠനവുമല്ല. ഓക്കെ. അപ്പോൾ പഠനം പാഠനം തഥാ. ഓക്കെ. ഇത് സംഭവിക്കുന്നത്, അതിന് ഒരു ഉദാഹരണം പറയും. നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടുള്ളവർക്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ നോട്ട് എഴുതാത്തവരിങ്ങനെ പഠിച്ചിരുന്നോ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ബൈഹാർട്ടുകൾ കഴിവുണ്ടായിരുന്നു. അതായത് ആധുനിക ലോകത്ത് പോലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരാൾ. അതായത് ഒരു കഥയിൽ പറയാറുണ്ട്, നമ്മളുടെ ബോബി ഫിഷർ എന്ന് പറഞ്ഞൊരു ചെസ് കളിക്കാരുണ്ടായിരുന്നു 70കളിൽ, 75 കഥ വളരെ ഫേമസ്. ബോബി ഫിഷർ കേട്ടിട്ടുണ്ടോ? അപ്പം അദ്ദേഹം ബോബി ഫിഷർ പഴയ ചെസ് ചാമ്പ്യനാണ്, ചെസ് കളിക്കാരനാണ്. അദ്ദേഹം ഒരിക്കൽ ഐസ്ലൻഡിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്. ആ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. നമ്മൾ മൊബൈൽ ഫോണല്ല, ടെലിഫോണല്ലേ ഉള്ളൂ. അപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ് ഫോൺ എടുത്തത്. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഈ കുട്ടിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, അവിടുത്തെ ലോക്കലായിട്ടുള്ള ഭാഷ അറിയുള്ളൂ. ആ കുട്ടി ഒരു 3.5 മിനിറ്റ് ഇദ്ദേഹത്തോട് ആ ഭാഷയിൽ, ഇദ്ദേഹത്തിന് ഈ ഭാഷ അറിയില്ല, സംസാരിച്ചു. എന്താണ് അച്ഛൻ എവിടെയാണ് പോയിക്കുന്നത്, എന്താണെന്നൊക്കെ പറഞ്ഞു. ഇത് മുഴുവൻ ഇദ്ദേഹം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ, അതിലൊരു വാക്ക് മനസ്സിലായില്ല. ആ ഫോൺ അവിടെ വെച്ചിട്ട് നേരെ റിസപ്ഷനിസ്റ്റിനോട് പോയി പറഞ്ഞു, ഈ 3.5 മിനിറ്റ് പറഞ്ഞത് മുഴുവൻ അതേപോലെ പറഞ്ഞു, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. അതായത് ആ കുട്ടി 3.5 മിനിറ്റ് അറിയാത്തൊരു ഭാഷയിൽ സംസാരിച്ചത് മുഴുവൻ അദ്ദേഹം മനപ്പാടാക്കി, കേട്ടത് അതേപോലെ. ചെസ് കളിക്കാരാണ്, ആലോചിക്കണം. ഓക്കെ. എന്നിട്ട് പോയിട്ട് അതേപോലെ പറഞ്ഞു, അതിനൊരു വാക്കിൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരതെന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ആധുനിക 1975 ഇങ്ങനെ ഒരു ബോബി ഫിഷർ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് മസ്തിഷ്കത്തിന് ഇത്രയും പവർ ഉണ്ടായിരുന്നെങ്കിൽ, എന്താണ് ഋഷീശ്വരന്മാരുടെ അവരുടെ ശിഷ്യന്മാരുടെ പവർ ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷെ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മസ്തകത്തിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്ന എല്ലാം എന്ത് ചെയ്യണം, പുസ്തകത്തിൽ ആക്കണം. ഓക്കെ. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറ്റും. ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾക്ക് വേഗം കാണാപ്പാടാൻ പഠിക്കാൻ പറ്റും. വലുതാവുന്നവരാണ് നമുക്ക് മനപ്പാടാക്കാനുള്ള കഴിവ് കുറയുന്നത് അല്ലേ. ഇങ്ങനെയാണ്. അതുകൊണ്ട് കുട്ടികൾ വളരെ നേരത്തെ, അതുകൊണ്ടാണ് പ്രഹ്ലാദന്മാര് പറഞ്ഞത് എത്രയും നേരത്തെ എന്ത് ചെയ്യണം, ആത്മീയ ജീവിതത്തിലേക്ക് തിരിയണം, എല്ലാം പഠിക്കാൻ തുടങ്ങണം. ഇനി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. എത്ര ഗീത വിചാരശ്ച പഠനം പാഠനം തഥാ. ഇത് സംഭവിക്കുന്നിടത്ത് എന്തുണ്ടായിരിക്കും, എവിടെയാണോ ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ഗീത പഠിക്കുന്നത്, അപ്പോൾ അവിടെ മോദതേ തത്ര, അവിടെ മോദതേ സന്തോഷിക്കുന്നു. ആര്? മോദതേ തത്ര ശ്രീകൃഷ്ണ, കൃഷ്ണൻ സ്വയം സന്തോഷിക്കുന്നു ഇത് നടക്കുമ്പോൾ. ഒപ്പം ആരുടെയുണ്ട്? ഭഗവാൻ രാധയാ സദാ, ഭഗവാൻ രാധയോടുകൂടി അവിടെ സന്നിഹിതനായിരിക്കും. പ്രീതന ഗീത പഠനം നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പഠനം നടന്ന് എഴുതുന്നത്, മനസ്സിലാക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ചർച്ച ചെയ്യുന്ന എല്ലാം അതിൻ്റെ ലക്ഷണം, എല്ലാം അതാണ്. ഓക്കെ. മനഃപ്പാഠമാക്കുന്നത്, മനസ്സിലാക്കുന്നത്, കേൾക്കുന്നത്, ശ്രദ്ധയോട് കേൾക്കുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അത് എഴുതി വയ്ക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, ഉത്തരം പറയുന്നത്, എല്ലാം അതിലുണ്ട്. ഇതാണ് ഗീതയുടെ മഹാത്മ്യം എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ
എന്താ പറയുന്നത്, കൃഷ്ണന്റെ ജന്മത്തെക്കുറിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ സമയപരിമിതികളുണ്ട്. അതിലെ ഓരോ വാക്കുകളും ജന്മം, കർമ്മം ഇതെല്ലാം തന്നെ വേണേ 2 മണിക്കൂറിൻ്റെ ക്ലാസ് എടുക്കാൻ അത്രയും നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇതിൽ ഒരു കാര്യത്തിലേക്ക് മാത്രം, ജന്മത്തെ പറ്റി മാത്രം പറയാം, കർമ്മത്തെ പറ്റി പിന്നെ പറയാം. പിന്നീട് അവസരത്തിൽ നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പ്രഭാതത്തിലെ ഭാവാർത്ഥം വായിക്കാൻ പറഞ്ഞു എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രഭാതം കൊടുത്തിരിക്കുന്ന കോട്ടുകളുണ്ട്. 2 ഉപനിഷത്തുകൾ കോട്ട് ചെയ്തിട്ടുണ്ട് ഭാവത്തിൽ. ആദ്യം കൊടുത്തിരിക്കുന്നത് പുരുഷബോധിനി ഉപനിഷത്തിൽ നിന്നാണ്. എന്തായാലും കോട്ട്, ഏകോ ദേവോ നിത്യലീലാനുരക്തോ ഭക്തവ്യാപി ഹൃദി അന്തരാത്മ എന്താണ് ആ ഒരേ വൺ സുപ്രീം പേഴ്സണൽ ഗോഡ് ഹൃദയമായിരിക്കുന്ന ഭഗവാൻ എന്ത് ചെയ്യുന്നു, എപ്പോഴും പല പല അതീന്ദ്രിയ രൂപങ്ങളിൽ എൻ്റെ ശുദ്ധഭക്തന്മാരുമായി എന്ത് ചെയ്തിരിക്കുകയാണ്, പല രീതിയിലുള്ള റിലേഷൻഷിപ്സ്, ബന്ധങ്ങളിൽ അല്ലേ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ആ റിലേഷൻഷിപ്സ് എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. അല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ് നിത്യ ലീലാനുരക്തം. സാധാരണ ഉപനിഷത്ത് എന്ന് കേൾക്കുമ്പോൾ എന്താ വരിക മനസ്സിലായി? പലരും നമ്മുടെ സമൂഹത്തിൽ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉപനിഷത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഇത് തത്വശാസ്ത്രമാണ് കൂടുതൽ അല്ലേ, കൂടുതൽ ഫിലോസഫിയാണ്, തത്വമാണ്. അതിൽ കൂടുതൽ ഭഗവാന്റെ കഥകളോ ലീലകളോ മാധുര്യമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു. പക്ഷേ ഇവിടെ അതുകൊണ്ട് പുരുഷബോധന ഉപദേശം തന്നെ കോട്ട് ചെയ്തിട്ട് പറയുന്നത്, അവിടെ പറഞ്ഞിരിക്കാൻ നിത്യ ലീലാനുരക്തവും, നിത്യ ലീലകളോട് അനുരക്തനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. എപ്പോഴും നല്ല ഭക്തന്മാരുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ റിലേഷൻഷിപ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ നിന്നുണ്ടാവില്ല, സാക്ഷാത്കാരവും ഉണ്ടാവില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, എൻ്റെ ജന്മം, കർമ്മം, അതിൻ്റെ അതീന്ദ്രിയ സ്വഭാവങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാലും അതിന് 2 അർത്ഥമുണ്ട്. ഒന്നെന്താണ്, പറഞ്ഞ വാക്കുകൾ മനസ്സിലായി, വാക്കുകളുടെ അർത്ഥം മനസ്സിലായി, അതൊരു സർഫസ് ലെവൽ ഉപരിപ്ലവമായ അർത്ഥമാണ്. ഇനി കുറച്ച് ആഴത്തിൽ ഇറങ്ങി ചെന്നാലോ അത് സാക്ഷാത്കരിക്കുക, മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ്സ് പറഞ്ഞാൽ നമ്മളത് റിയലൈസ് ചെയ്യുക, സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സാക്ഷാത്കാരം എന്ത് വരില്ല, അത് പെട്ടെന്ന് വരില്ല, എളുപ്പമല്ല. ഓക്കെ, ആ സാക്ഷാത്കാരത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത്. അതുവരെ ഏതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ തേനിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്ന ആചാര്യന്മാരുടെ ഉദാഹരണം, തേനിൻ്റെ എല്ലാ ഗുണങ്ങളും പഠിച്ചു, എന്നിട്ട് തേൻ്റെ കുപ്പിയും കണ്ടു, അതിനെ പുറത്ത് നക്കിയോണ്ട് കാര്യമില്ല, തേൻ്റെ രുചി മനസ്സിലാവണമെങ്കിൽ അത് കഴിക്കുക തന്നെ വേണം. അതേപോലെയാണ് ആ സാക്ഷാത്കാരം, ഭഗവാനുള്ള ബന്ധം സ്ഥാപിക്കുന്നിടത്ത് ഭഗവാനെ അതീന്ദ്രിയ സ്വഭാവം ശരിക്കും നമുക്ക്, ലീലകളുടെ അതീന്ദ്രിയ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ഭാരതീയമായ രീതിയിൽ ജ്ഞാനത്തിന് എപ്പോഴും നമ്മൾ 2ആയിട്ടാണ് പറയാറ്, വാസ്തവിക ജ്ഞാനം, അനുഭവജ്ഞാനം. ഇത് വളരെ ഭൗതികമായ കാര്യങ്ങൾ പോലും ഇത് ബാധകമാണ്, ഭൗതികമായ കാര്യങ്ങൾ പോലും ഇത് ബാധകമാണ്. വാസ്തവിക ജ്ഞാനം, അനുഭവജ്ഞാനം. ഞാൻ ചോദിക്കുകയാണ്, സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത്? സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത്? രാവിലെ അല്ലേ? സൂര്യൻ എവിടെ ഉദിക്കുന്നത്? കിഴക്ക്. ഓക്കെ, എന്നാൽ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. സൂര്യൻ എപ്പോൾ ഉദിക്കുന്നു അത് രാവിലെ, സൂര്യൻ എവിടെ ഉദിക്കുന്നു അത് കിഴക്ക്. ഇത് ഒരു സിനിമയിൽ സേതുരാമയ്യർ പറയുന്നത്. അത് ഇതാണ് അനുഭവജ്ഞാനമാണത്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും ചലിക്കുന്നുണ്ട്, സൂര്യനും ഇതടക്കമുള്ള എല്ലാം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ രാത്രി ഇല്ലാത്ത സൂര്യൻ അസ്തമിക്കാത്ത സ്ഥലങ്ങളുമുണ്ട് അല്ലേ. നമ്മൾ ആ ഭൂമിയുടെ മധ്യരേഖയിലേക്ക് ചെല്ലുമ്പോൾ ആ ഭാഗത്തും അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ സൂര്യൻ കിഴക്കുദിക്കുന്നു, രാവിലെ ഉദിക്കുന്നു എന്നുള്ള നമ്മളുടെ അനുഭവം. വാസ്തവികം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ എവിടെ ഉദിക്കുന്നു അത് കിഴക്കും അല്ലെ, സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല, അങ്ങനെ തന്നെയാണ്. നമ്മളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അത് വാസ്തവികമാണ്. മറ്റേ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നുള്ള നമ്മളുടെ അനുഭവം. ഇതേപോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും തന്നെ. ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ അതീന്ദ്രിയമായ കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? ഇവിടെ ഭഗവാൻ ഇവിടെ പറഞ്ഞത് എന്താണ്, എൻ്റെ ജന്മത്തെ കുറിച്ച് എന്നാണ് അല്ലെ. അപ്പൊ അവിടെ ഞാൻ ആ കോണ്ടെക്സ്റ്റിൽ ശ്രീമദ് ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായം കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ, വളരെ ഭക്തന്മാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യായമാണ്. അതിൽ 32-ാമത്തെ ശ്ലോകം, അവിടെ 32 മുതൽ 36 വരെ ശ്ലോകങ്ങൾ കേട്ടോ. ഇത് നോട്ട്സ് ചെയ്തതൊരു നോട്ട് വെച്ചോളൂ, ഇത് ഒരുമിച്ച് വായിച്ചാൽ മതി. പിന്നീട് കാൻഡോ 1 പ്രഥമ സ്കന്ധം 1 അധ്യായം 8 ശ്ലോകം 32 മുതൽ 36 വരെ വളരെ വിശേഷം. അതിൽ 32-ാമത്തെ ശ്ലോകം മാത്രം ഞാൻ വായിക്കാം. കേചിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയെ
യഥോ പ്രിയസ്യാനോ വായേ മലയസ്യേവ ചന്ദനം. അതായത് അജനായ അങ്ങ് ജാതനായത് കുന്തിദേവിയുടെ പറഞ്ഞ വായിച്ചത് ഉണ്ടാവും. ഓക്കെ, ആ പുസ്തകം വായിച്ചവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അജനായ അങ്ങ് ജാതനായത് ധർമ്മശീലരായ രാജാക്കന്മാരുടെ കീർത്തിക്ക് വേണ്ടിയാണ് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ വേറെ ചിലരാകട്ടെ അങ്ങയുടെ പ്രിയതമരായ ഭക്തരിലൊരുവനായ യദുരാജാവിനെ സന്തോഷിപ്പിക്കാനായിട്ടാണ് ജാതനായതെന്ന് അഭിപ്രായപ്പെടുന്നു. മലയാദ്രികളിൽ ചന്ദനവൃക്ഷങ്ങൾ കാണപ്പെടുന്നത് പോലെയാണ് അങ്ങ് യദുകുലത്തിൽ ആവിർഭവിക്കുന്നത്. പിന്നീടുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, വസുദേവരുടെയും ദേവികയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവരുടെ പുത്രനായി അങ്ങ് അവതാരപ്പെടുത്തുന്നത് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. നിസ്സംശയം അങ്ങ് അജനാണ്, എങ്കിലും ദേവന്മാരുടെ ക്ഷേമത്തിനും അവരുടെ അസൂയുള്ളവരെ നിഗ്രഹിക്കാനും വേണ്ടി അങ്ങ് ജന്മം എടുക്കുന്നു. അല്ലേ? അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് അജനാണ്. ഇപ്പൊ ഇവിടെ കൺഫ്യൂഷൻ തന്നെ, ഭഗവാൻ അജനാണോ ജാതനാണോ? അജനാണ്, എന്നാൽ ജാതനമാണ്. പക്ഷെ ഭഗവാൻ സ്വയം പറയുന്നത് എന്റെ ജന്മത്തെ കുറിച്ച്, അല്ലേ, ജന്മകർമ്മച്ച, ഓക്കെ, അത് മനസ്സിലാക്കുന്നതിന് എന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ ജന്മത്തിന്റെ അതീന്ദ്രിയ ഭാവമാണ്, അല്ലെ? അപ്പൊ ഭഗവാൻ എങ്ങനെയാ ജനിച്ചത്? എവിടെയാ ജനിച്ചത്? എവിടെ അവതരിച്ചു? വസുദേവരുടെ ഹൃദയത്തിലേക്ക് വന്നു. അവിടുന്ന് ദേവികളുടെ ഹൃദയത്തിലേക്ക്, പിന്നെ ഗർഭത്തിലേക്ക് പോയില്ലേ? ഉണ്ട്. അപ്പൊ എവിടെയും ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അപ്പൊ എവിടെ ശരിക്കും ജനിച്ചത്? ക്വസ്റ്റ്യൻ അതാണ്. ശരി, ദേവികയുടെ മുന്നിൽ, വസുദേവരുടെ മുന്നിൽ അവിടെ എങ്ങനെയാ ജനിച്ചത്? അല്ലേ? എങ്ങനെ വന്നു? നമ്മൾ ഹൃദയത്തിൽ വന്നു, അതെല്ലാം ചെയ്തു. അവസാനം ദേവകി പ്രസവിച്ചു, അല്ലേ? ദേവകിയിൽ നിന്ന്, ഗർഭത്തിൽ നിന്ന് കൃഷ്ണൻ അവിടെ അവതരിക്കുന്ന സമയത്ത് എന്തുണ്ടെന്ന് ആദ്യം എന്താ കാണിക്കുന്നത്? അല്ലെ, ഇതുപോലെ ചതുർഭുജ രൂപമൊക്കെയാണ് കാണിക്കുന്നത്, അല്ലേ? ഇങ്ങനെയാണ് ഭഗവാൻ എല്ലാ ആശ്രമങ്ങളോടെയും ധോത്യമൊക്കെ ആയിട്ടാണ് വന്നത്. അല്ലെ, നമ്മളെ പോലെ വസ്ത്രമൊന്നുമില്ലാതെ മുടിയും ഇല്ലാണ്ട് ഒന്നല്ല വന്നത്, സ്വന്തം ധോത്തി കൊണ്ടുവന്നിരുന്നു. എന്തൊരു എളുപ്പമുണ്ട്, അല്ലേ? നമ്മൾ വരുന്നത് മലമൂത്ര എല്ലാം കൂടിയിട്ടാണ്. ഓക്കെ, ഇതങ്ങനെയല്ല വന്നത്. എന്തായാലും ചതുർഭുജ രൂപം കാണിച്ചു. അതിനുശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അല്ലേ? തൊഴുകയും ചെയ്തു. വസുദേവരും ദേവകയും തൊഴുകയും ചെയ്യുന്നു. ആ സമയത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞ് എടുക്കാൻ പോകുമ്പോഴാണ് എല്ലാം പറഞ്ഞു, എന്നെ അവിടെ വൃന്ദാവനത്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അപ്പൊ ഗോകുലത്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ പോകുന്ന സമയം, അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് തൊഴുത വസുദേവർ എടുക്കാൻ പോകുമ്പോൾ കുട്ടിയായി എടുക്കാനായി. അപ്പോഴും വന്നിട്ട് നമ്മളെ പോലെയല്ല, ധോത്തിയുണ്ട്, ആഭരണങ്ങളുണ്ട്, ഓക്കെ, മുടിയുണ്ട്, നല്ല കേർലി ഹെയർസ് എപ്പോഴേ ഉണ്ട്, തിക്ക് സോഫ്റ്റ് കേർലി ഹെയർസ്. ഓക്കെ, അതായിട്ടാണ് ഭഗവാൻ വരുന്നത്. ഇതെല്ലാം കൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് പോകുന്നത്. ഇനി എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ പക്ഷേ പ്രസവ വേദന ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പ്രസവ വേദന ഉണ്ടായിട്ടില്ല. പൊക്കിൾ കൂടി മുറിച്ചിട്ടില്ല. എന്നിട്ട് വസുദേവര് എടുക്കുന്നതോട് കൂടിയിട്ട് തന്നെ എന്തായി? വസുദേവന് പാവം മാറി. ഞാൻ അവിടെ കൊണ്ട് രക്ഷിച്ച് അവിടെ കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ ആരെത്തിക്കും? എന്നിട്ടാണ് വസുദേവര് പോകുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? അങ്ങനെ കേട്ടുണ്ട്, അല്ലേ? വസുദേവർ അവിടെ എത്തി, യശോദമ്മയുടെ അവിടെ എത്തി. അപ്പോൾ എന്നിട്ട് യശോദമ്മയെ അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? യശോദമ്മയ്ക്ക് എന്തുണ്ടായിരുന്നു? 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? ട്വിൻസ് ഉണ്ടായി. അതിൽ ഒന്നാരായിരുന്നു? ഒന്ന് കൃഷ്ണനായിരുന്നു, ഒന്ന് ദുർഗാദേവിയാണ്. ശരിക്കും പ്രസവിച്ചതാണോ? പ്രസവിച്ചതാണ്. പൊക്കിൾ കൂടി മുറിക്കുന്നുണ്ട്. മംഗളപ്രദ മാതാജി പറഞ്ഞു, പൊക്കിൾ കൂടി മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പ്രസവവേദനയെല്ലാം കഴിഞ്ഞുകൊണ്ട് തളർന്ന് ഉറക്കുകയാണ് ആര്? യശോദമ്മ. നേഴ്സും ഉണ്ടായിരുന്നു. നേഴ്സാണ് എന്ത് ചെയ്യുന്നത്? 2 സൈഡിലായിട്ട് കിടത്തുന്നത്. ദുർഗയെ ഒരു സൈഡിലും ദേവി പെൺകുട്ടി ഒരു സൈഡിലും കൃഷ്ണനെ ഒരു സൈഡിലും കിടത്തും. എന്നിട്ടാണ് അപ്പോഴാണ് വസുദേവനോട് വരുന്നത്. അവിടെ ആ കൃഷ്ണനോട് വെക്കുന്നു, പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോകും. അതാണ് യോഗമായ ഭഗവാനമായ. ഓക്കെ, എന്നിട്ട് പോകുന്നത് അവിടെ എത്തി കംസന്റെ കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അകത്ത് എല്ലാവർക്കും അറിയാം, സീരിയലുകളൊക്കെ കാണിക്കുന്ന കഥ തന്നെയാണ്. എന്ത് കംസൻ അടിക്കാൻ നോക്കുമ്പോൾ, അടിച്ചു കൊല്ലാൻ നോക്കുമ്പോൾ കുട്ടി എന്താവും? ആകാശി ഏത് രൂപം കാണിച്ചു കൊടുക്കും? അഷ്ടഭുജ ദുർഗാരൂപം കാണിക്കും. അഷ്ടഭുജ ദുർഗാരൂപം കാണിച്ച് ഭഗവാന്റെ ഇഷ്ടമാണ് എപ്പോഴും, അല്ലേ? രാഖി ആദ്യം കിട്ടുന്ന എവിടെയാണ്? രക്ഷാബന്ധൻ. കൃഷ്ണനാണ് ആർക്ക്? ഭഗവാനാണ്, നാരായണനാണ് ആർക്ക് കൊടുക്കുന്നത്? പാർവതി ദേവിയെ നാരായണനാണ് എന്ത് ചെയ്യുന്നത്?
രാഗി കിട്ടി കൊടുക്കുന്നത്. കാരണം പാർവതി ശിവനെ കെട്ടാനായിട്ട് ഉള്ള തപസ്സിൽ ശിവൻ എങ്ങനെയാലും അടുക്കൂല. അപ്പോൾ ശിവലിംഗം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എങ്ങനെയാക്കിയാലും പൊടിഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം ദൈവം നാരായണൻ സ്വയം വന്ന് കരുതും. നാരായണൻ സ്വയം എന്ത് ചെയ്യും? ശിവലിംഗം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ പിന്നെ മഹാദേവൻ അത് തകർക്കാൻ കഴിയില്ല, പിന്നെ പൊട്ടിപ്പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചതിന് പാർവതി ദേവി എന്ത് ചെയ്യുന്നതാണ്? കെട്ടിക്കൊടുക്കുന്നതാണ് കൃഷ്ണൻ. അതാണ് ആദ്യത്തെ രക്ഷാബന്ധൻ. അപ്പം ഇവിടെ അഷ്ടഭുജ ദുർഗാരൂപമായി വന്ന് കംസനോട്ടൊരു തൊഴിയും കൊടുത്ത് തലക്കിട്ടൊരു തൊഴിയും കൊടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, കൃഷ്ണൻ അവിടെ അവതരിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഈ കെടുത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ കൃഷ്ണൻ 2 കൃഷ്ണന്മാരായില്ല അവിടെ. ഈ കൊണ്ടുവന്ന വസുദേവ കൃഷ്ണൻ യശോദാനന്ദനായുള്ള കൃഷ്ണനിലേക്ക് മെർജ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഇതിനെ കൂടുതൽ ഇത് നമുക്ക് എവിടെ നിന്ന് എത്രയും വ്യക്തമായിട്ട് സംഭവം കിട്ടുന്നത്? ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന്. കാരണം ചൈതന്യ ചരിതാമൃതത്തിൽ ആ കഥയിലൂടെ പറഞ്ഞു പോവാം, ശ്ലോകങ്ങളൊന്നും കൂട്ടിയാൽ നമുക്ക് സമയമില്ല. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കുന്നെങ്കിൽ ശ്രീലരൂപ ഗോസ്വാമി അല്ലേ, നല്ല ഗോസ്വാമിയിൽ നമ്മൾ ഒരുപാട് നമുക്ക് കിട്ടുന്ന ലിറ്ററേച്ചർ മുഴുവൻ ഗോസ്വാമിയിൽ നിന്നാണ്. അപ്പൊ ശ്രീലരൂപ ഗോസ്വാമി എന്ത് ചെയ്യുന്നു? വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങോട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പുരിയിലേക്ക്, ഒഡീഷയിലേക്ക്, പുരിയിലേക്ക് 12:40 വരെ പോയല്ലേ. അപ്പൊ പുരിയിലേക്ക് പോവുകയാണ്, ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് അന്നെങ്ങനെ പോകുന്നത്? നമ്മളെ മാതിരി ഫ്ലൈറ്റ് പിടിച്ചാണോ, ട്രെയിൻ പിടിച്ചാണോ? അല്ല, നടന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് രൂപഗോസ്വാമി ഇടയിൽ സത്യഭാമപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സത്യഭാമപൂർ വഴിയിൽ ആരുടെ സ്ഥലമായിരിക്കും? കൃഷ്ണന്റെ പത്നിയായിട്ട് ഭഗവാന്റെ പത്നിയായ സത്യഭാമാദേവിയുടെ ജന്മസ്ഥലമാണ് സത്യഭാമപൂർ. സത്യഭാമപൂരിലെത്തിയിട്ട് അവിടെ എത്തുമ്പോൾ അദ്ദേഹം വിശ്രമിക്കണം. അന്ന് രാത്രി അവിടെ താങ്ങും. ആ കിടന്നുറങ്ങുന്ന സമയം അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. ഭഗവാന്റെ എല്ലാ ലീലകളും, അതായത് ഭഗവാന്റെ വൃന്ദാവനത്തിൽ ഗോകുലത്തിലെ ലീലകൾ, വൃന്ദാവനത്തിലെ ലീലകൾ, മധുരയിലെ ലീലകൾ, ദ്വാരകയിലെ ലീലകൾ, കുരുക്ഷേത്രത്തിലുള്ള ലീലകൾ, ഇതെല്ലാം ചേർന്ന് അതെല്ലാം കൂടി ഒരൊറ്റ പുസ്തകത്തിൽ എങ്ങനെ സംസ്കൃതത്തിൽ എഴുതണം എന്നൊരാഗ്രഹം. ഈ പദ്ധതിയായിട്ടാണ് രൂപഗോസ്വാമി പോകുന്നത്. അപ്പോൾ അതെന്താ ഇതെല്ലാം കൂടി എത്ര വലിയ പുസ്തകമായിരിക്കും എന്നുള്ള ആലോചന. അതാണ് കൃഷ്ണലീലാമൃതം എന്ന് പറയുന്ന പുസ്തകത്താൽ അദ്ദേഹം അത് തീരുമാനിച്ചത്. ഇതാണ് ശരിക്കും ചുരുക്കത്തിൽ പ്രഭു നമുക്ക് കൃഷ്ണ ബുക്കിലൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, ആ ചുരുക്കത്തിലാണ്. പക്ഷെ ഇത് ബൃഹത്തായിട്ട് മുഴുവൻ വർണ്ണിച്ചുകൊണ്ട് ശ്ലോകത്തിൽ, സംസ്കൃത ശ്ലോകത്തിൽ എഴുതാനാണ് അദ്ദേഹം പദ്ധതി ഇട്ടത്. അപ്പൊ സത്യഭാമപൂരിൽ എന്ന അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ആര് വന്നു? സത്യഭാമാദേവി വന്നു. അല്ലെ, ഗൗരവർണ്ണത്തില് അല്ലെ, ഇത്രയും നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, പട്ടുവസ്ത്രങ്ങൾ ധരിച്ച്, ആഭരണങ്ങൾ ധരിച്ച്, അത്രയും സുന്ദരൻ, അത്രയും തേജസ്സോട് കൂടിയിട്ട്, ഐശ്വര്യത്തോട് കൂടിയിട്ട് സത്യഭാമാദേവി പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ പറയും നമ്മൾ തന്നെ അവിടെ കുറച്ച് ഓർണമെന്റ്സും നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഭംഗിയാണുള്ളത് അല്ലേ. നമ്മൾ ഭഗവാനെ അലങ്കരിക്കാറുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട്, എത്ര ഭംഗിയാണുള്ളത്. അപ്പൊ സ്വർഗത്തിലെ അലങ്കാരം എങ്ങനെയായിരിക്കും? സ്വർഗത്തിലുള്ള അലങ്കാരം, ആഭരണങ്ങളും വസ്ത്രങ്ങളും എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ അതിലും മുകളിലേക്ക് വൈകുണ്ഠ ലോകങ്ങളെ ലക്ഷ്മി ദേവിയുടെ എങ്ങനെയായിരിക്കും? ദ്വാരകയിലെ സത്യഭാമാദേവിയുടെ എങ്ങനെയായിരിക്കും? ഓക്കെ, അചിന്യം അവർണ്ണനീയം. അങ്ങനെയാണ് സത്യഭാമാദേവി പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് രൂപഗോസ്വാമിയോട് പറയും. ഓക്കെ, രൂപഗോസ്വാമിയോട് പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ആഗ്രഹം അങ്ങ് ഇതിനെ, അങ്ങയുടെ മനസ്സിലുള്ളതിനെ 2 പുസ്തകങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നതാണ്. 2 പുസ്തകങ്ങളായിട്ട് എഴുതണം. ഒരു പുസ്തകമായിട്ട് എഴുതുന്നത് ഒന്ന് വൃന്ദാവനത്തിനകത്തുള്ള കൃഷ്ണന്റെ ലീലകൾ, ഒന്ന് വൃന്ദാവനത്തിന് പുറത്തുള്ള കൃഷ്ണന്റെ ലീലകൾ. ഇപ്പൊ സ്വപ്നം കണ്ട് നമ്മളൊക്കെ സ്വപ്നം കാണും. സ്വപ്നം കണ്ടു എന്ത് സംഭവിക്കും? പിന്നെ ഭൂരിഭാഗം സ്വപ്നങ്ങൾ നമ്മൾ ഓർക്കാറില്ല. ശരിയായിട്ട് ഇത് ഓർമ്മ ഉണ്ടല്ലോ, മറന്നു പോകും. അല്ലെങ്കിൽ തന്നെ നമുക്ക് തോന്നിയാൽ നമ്മളങ്ങ് ചിരിക്കും, കണ്ടു. പക്ഷെ ആചാര്യന്മാർ എപ്പോഴും പറയുന്നത് വെച്ചാൽ വൈഷ്ണവരെ, ദേവീദേവന്മാരെ അല്ലെങ്കിൽ വൈഷ്ണവരെ, ശ്രേഷ്ഠരായ വൈഷ്ണവരെ, ഗുരുജനങ്ങളെ അല്ലെ കണ്ടു കഴിഞ്ഞ്, സന്യാസിമാരെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അവർ പറയുന്നത് ശാസ്ത്രമനുസരിച്ചുള്ളതാണെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം, ഗൗരവമായിട്ട് എടുക്കണം. അവർ പറയുന്നത് ശാസ്ത്രം അനുസരിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നമ്മളെ മനസ്സിൻ്റെയാണ്, നമ്മളെ മനസ്സിന്റെ സൃഷ്ടിയാണ്. പക്ഷെ അപ്പോഴും അത് ശുഭകരമാണ്, മംഗളമാണ്. കാരണം വൈഷ്ണവരെ കണ്ടല്ല. ഇങ്ങനെയാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിനെ ശ്രീല പ്രഭുപാദ് സ്വപ്നത്തിൽ കണ്ടതാണ്. സ്വപ്നത്തിൽ പ്രഭുപാദിന് എന്താ കാണിച്ചു കൊടുത്തത്? ഇത്രേ ഉള്ളൂ, ഒരു ജസ്റ്റർ, കൈകൊണ്ടിങ്ങനെ വിളിച്ചേ ഉള്ളൂ. വരൂ, സന്യാസം എടുക്കൂ, ടേക്ക് ദിസ് മോഷൻ. ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ മിഷനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആയിട്ട് പ്രഭുപാദിനെ കണ്ടു. പ്രഭുപാദ സീരിയസ് ആയി എടുത്തു.
അതിൻ്റെ അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ഇതേപോലെയാണ് ഇതിലെന്ത് ചെയ്യും. ഇത് പക്ഷെ ആരോടും പറഞ്ഞു, രൂപഗോസ്വാമി ഇത് മനസ്സിൽ രഹസ്യമായി സൂക്ഷിച്ചു, ആരോടും പറഞ്ഞില്ല. എഴുന്നേറ്റിട്ട് പിന്നെ വീണ്ടും അവിടെ സഞ്ചാരം തുടർന്ന് എവിടെ എത്തി? പുരിയിലെത്തി. പുരിയിലെത്തിയ സമയത്ത് ചൈതന്യ മഹാപ്രഭു സ്നാനം ചെയ്യാൻ പോയിരിക്കുകയാണ് സമുദ്രത്തിൽ, കടലിൽ. കുളി കഴിഞ്ഞ് നേരെ വരും ചൈതന്യ മഹാപ്രഭു. രൂപഗോസ്വാമി ചെന്ന് ദണ്ഡവ നമസ്കാരം ചെയ്യും, പ്രണാമിക്കും. ചൈതന്യ മഹാപ്രഭു നേരെ നോക്കിയിട്ട് എഴുന്നേൽക്കുമ്പോൾ നേരെ നോക്കിയിട്ട് പറയും, ഓക്കെ, ഓ രൂപ, അണ്ടർസ്റ്റാൻഡ് ദർ ആർ 2 കൃഷ്ണാസ്. രൂപ, ഒരു കാര്യം മനസ്സിലാക്കാൻ, 2 കൃഷ്ണന്മാരുണ്ട്. ഹീ ഹൂ ഇസ് ഒറിജിനൽ, യഥാർത്ഥത്തിലുള്ള കൃഷ്ണൻ വൃന്ദാവനത്തിലാണ് വസിക്കുന്നത്, വൃന്ദാവനത്തിലാണ് ജീവിക്കുന്നത്, വസിക്കുന്നത്. ആ കൃഷ്ണന്റെ വിസ്തരണം എങ്ങോട്ട് പോകുന്നു? മധുരയിലേക്കും ദ്വാരകയിലേക്കും പോകുന്നു. അതുകൊണ്ട് കൃഷ്ണനെ വൃന്ദാവനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകരുത്. നീ എന്റെ കൃഷ്ണനെ വൃന്ദാവനത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ചൈതന്യ മഹാപ്രഭുവിനോട് ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. രൂപഗോസ്വാമി തന്റെ എഴുതാനുള്ള പതിവിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഈ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നേരെ ഇതാണ് ചെയ്തത്. ചൈതന്യ മഹാപ്രഭുവാണ് രൂപഗോസ്വാമിയോട്. ഓക്കെ, അപ്പൊ രൂപഗോസ്വാമിക്കാണ് സ്വപ്ന ദർശനം കിട്ടിയത്, സത്യഭാമാദേവിക്ക്. അപ്പൊ എന്ത് ചെയ്തു? അതാണ് ആ കംപ്ലീറ്റ് പവർ പൊട്ടൻ എന്ന് പറയുന്നത്. പൂർണ്ണ പുരുഷോത്തമൻ വൃന്ദാവനത്തിലാണ് ഉള്ളത്. എന്നിട്ട് ഇതുകൊണ്ട് തന്നെ രൂപഗോസ്വാമി നമ്മളെ കയ്യിലിരിക്കുന്ന ഭക്തിരസാമൃതത്തിന്റെ മംഗളാചരണത്തില് രൂപഗോസ്വാമി പറയുന്നത്, ഈ പുസ്തകങ്ങളൊന്നും, ഇതൊന്നും ഞാൻ അത്രയും ഫോളൻ ആയിട്ടുള്ള ആളാണ്, പതീതനാണ്, എനിക്കിതൊന്നും എഴുതാനുള്ള കഴിവില്ല. ഇത് മുഴുവൻ എഴുതുന്നത് ആരാണെന്നാണ് പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭുവാണ്. ഞാൻ എഴുതുന്നത് മുഴുവൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം രൂപഗോസ്വാമി അത് എഴുതിയത് എത്ര കാലം കൊണ്ടാണ്? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പുസ്തകം ഇത് 2ആയിട്ട് എഴുതി. അതാണ് ലളിത മാധവ, വിദഗ്ധ മാധവ. 2 നാടകങ്ങളായിട്ടാണ് രൂപഗോസ്വാമി അത് എഴുതിയത്. ലളിത മാധവ, വിദഗ്ധ മാധവ. ഒന്ന് കൃഷ്ണന്റെ വൃന്ദാവനത്തിലുള്ള ലീലകളും ഒന്ന് പുറത്തുള്ള ലീലകളും. എന്നിട്ട് അതേപോലെ അത് പറഞ്ഞു നെക്ടർ ഡിവോഷൻ, ഭക്തിരസാമൃത സിന്ധു എത്ര വർഷം കൊണ്ട് എഴുതിയത് രൂപഗോസ്വാമി? 18 വർഷം കൊണ്ടാണ്. 18 വർഷങ്ങൾ കൊണ്ട് എഴുതിയതാണ് സംസ്കൃതത്തിലുള്ള ഭക്തിരസാമൃത സിന്ധു. അതിന്റെ സമ്മറി സ്റ്റഡിയാണ് നമുക്ക് തന്നിരിക്കുന്ന, നമ്മളെ കയ്യിരിക്കുന്ന നെക്ടർ ഓഫ് ഡിവോഷൻ പ്രഭാത് തന്നിരിക്കുന്നത്. ഇനി അതിനെ കുറിച്ചിട്ട് ഭക്തിരസാമൃത സിന്ധു ബിന്ദു എന്ന് പറഞ്ഞ് നമ്മളെ ആചാര്യരുടെ ശ്രീല വിശ്വനാഥ ചക്രവർത്തി താക്കൂറേയും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ അപ്പൊ അങ്ങനെ യശോദ കൃഷ്ണനിലേക്കാണ് ആര് മെർജ് ചെയ്തത്? നന്ദൻ കൃഷ്ണനിലേക്കാണ് വാസുദേവ കൃഷ്ണൻ മെർജ് ചെയ്തത്. എന്നിട്ടോ അവിടെ കാണിക്കുന്ന പല രീതിയിലുള്ള ലീലകളുണ്ട് അല്ലെ. ഒന്ന് എന്ത് ചെയ്യും? ഭഗവാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ യശോദമയോട് കൂടിയുള്ള ഒരുപാട് ലീലകളുണ്ട്. അത് യശോദമയും പറയുന്നുണ്ട്. യശോദമയെ കൃഷ്ണനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് നിന്നുണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞ നമ്മൾ യശോദമയുടെ ക്ലാസ് ലീല ആദ്യം പറയുന്നതിന്റെ കൂട്ടത്തില് നേരത്തെ തന്നെ കൃഷ്ണനെ ബലറാം പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത്, നീ അമ്മയുടെ കുട്ടിയൊന്നല്ല എന്ന് പറയുന്ന സമയത്ത്, പിന്നീട് അമ്മ നീ എന്റെ മകനാണോ എന്ന് ചോദിക്കുന്ന വരുന്നതിനുള്ള ഉത്തരം ആദ്യമേ കൊടുത്തിട്ടുണ്ട് അംബ എന്ന് വിളിച്ചിരുന്നു. ആ അംബ എന്ന വാക്കിനർത്ഥം ഗർഭത്തിൽ കഴിഞ്ഞവനാണ്, ഗർഭത്തിൽ വഹിച്ചിട്ടാവുന്ന അമ്മ. ഓക്കെ, 9 മാസം ഗർഭത്തിൽ ധരിക്കുന്നവൾ എന്ന രീതിയിലാണ് അംബ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യശോദമയ്യക്ക് കൃഷ്ണനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു? അകത്ത് കൃഷ്ണനുള്ളപ്പോ യശോദമയ്യക്ക് ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. മധുരത്തിനോട് ഭയങ്കരമായി കൊതിയായിരുന്നു. മക്കൻ മിശ്രി അവിടെ കൊടുക്കുന്നത് വെണ്ണയും പഞ്ചസാരയും ചേർത്ത് ഒരുപാട് കഴിച്ചിരുന്നു. പിന്നീട് എന്തുണ്ടായി? അപ്പൊ യശോദ ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്, കാരണം അതിന് നേരത്തെ അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്നതിന് ശേഷം കൃഷ്ണൻ വന്നതിന് ശേഷം എന്തായി? ആ ആഗ്രഹം പോവുകയും ചെയ്തു. പിന്നെ ആഗ്രഹം പുറത്തു കൂടി കിടക്കുന്നത് വീടുകൾ മുഴുവൻ കയറി നടന്ന് മക്കൻ മിശ്രി കട്ട് തിരുന്നതാണ് യശോദമായി കിടന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇതായിരുന്നു ആളായിരുന്നു വയറ്റുന്നതെല്ലാം മേടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത്. യശോദമയ്യ അതേപോലെ തന്നെ യശോദമയ്യയെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നേരം ഞാൻ കരയിപ്പിച്ചാൽ ഇന്ന് കുറച്ച് ചിരിപ്പിക്കാം. എല്ലാ രീതിയിലുള്ള ലീലകളും എല്ലാ വികാരങ്ങളും എന്തുണ്ടാവും, എല്ലാ നമ്മളുടെ രസങ്ങളും ഭഗവാന്റെ എല്ലാ ലീലകളും ഉണ്ടാവും. യശോദമയ്യയുടെ എന്ത് ചോദിച്ചാൽ യശോദമയ്യ എങ്ങനെയാണ് ഭഗവാനെ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാനെ കഴിപ്പിക്കാൻ നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നേരത്തെ കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറയും, എന്നോട് പറയും എന്ത് ചെയ്യും? ഭഗവാൻ ചന്ദ്രനെ നോക്കും. എന്നിട്ട് പറയും എന്ത് ചെയ്യും? മയ്യ എനിക്ക് ആ ചന്ദ്രനെ വേണം. വേണോ? പിടിച്ചു തരാം എന്നുള്ളത് പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് ഈ ലീലകളാണ് ഇവിടെ അമ്മയും കുട്ടികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? ചന്ദ്രനെ അമ്പിളിമാമനെ കാണിച്ച് ചോറ് കഴിപ്പിക്കുക, ഇതൊക്കെ അവിടുന്ന് വന്നതാണ്.
രക്ഷാബന്ധൻ അവിടുന്ന് വന്നാണ്, ഇതും കൃഷ്ണനിൽ നിന്ന് വന്നാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ യശോദമയ്യ പറയും തരാം, ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രസാദം മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിനക്ക് ഞാൻ ചന്ദനം തരും. ശരിക്കും പക്ഷെ അതിന് ഇവിടെ നിന്നല്ല, വേറെ സ്ഥലത്ത് പോയി കഴിക്കും. എന്നിട്ട് അതേപോലെ പാല് കുടിക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യും, യമുനയുടെ തീരത്ത്, നദീതീരത്ത്, കുളത്തിന്റെ തീരത്തെല്ലാം കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. കുറച്ച് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാണിച്ചു കൊടുക്കും. കണ്ടോ, ചന്ദ്രൻ ഇവിടെ ഇത് അടുത്തെത്തി, നദിയിൽ കാണിച്ചു കൊടുക്കുമ്പോ ഇപ്പം കൃഷ്ണനത് വിശ്വസിക്കുകയും ചെയ്യും. ഓക്കെ, കൃഷ്ണനത് വിശ്വസിക്കുകയും ചെയ്യും. പറയും എന്താണ്, അപ്പൊ കുറച്ചുകൂടി പാൽ പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും കയ്യിൽ കിട്ടും, പിടിച്ചേരാം. അതേപോലെ തന്നെയാണ് ഇടയ്ക്ക് യശോദമയ്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും, കൃഷ്ണ നീ കാര്യം ശ്രദ്ധിച്ചോ, നിന്റെ ശിഖ വലുതാവുന്നില്ല, ബലറാമിന്റെ ശിഖ വലുതാവുന്നത് കണ്ടോ? കൃഷ്ണൻ ശരിയാണല്ലോ, ശരിയാ, ഏട്ടന്റെ ശിഖ നന്നായി വലുതാവുന്നുണ്ട്, എന്റെ വലുതാവുന്നില്ല. അതെന്തുകൊണ്ടറിയോ, ബലറാം നന്നായി പാല് കുടിക്കുന്നുണ്ട്, നീ പാല് കുടിക്കുന്ന കുറവാണ്, പാല് കുടിച്ചൊക്കെ നന്നായിട്ട്, അപ്പൊ നിന്റെ ശിഖ വളരും. അപ്പൊ എന്ത് ചെയ്യും, കൃഷ്ണൻ യശോദരൻ പാല് കുടിക്കുന്ന സമയത്ത് ശിഖേമ പിടിക്കും, സ്വന്തം ശിഖേമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കും, കുറച്ച് കുടിച്ചിട്ട് നോക്കും വലുതാവുണ്ടോ വയ്ക്കും. അപ്പൊ യശോദ പറയും ഉണ്ട്, ഇതാ കുറച്ച് വലുതായി, നല്ലോണം കുടിച്ചാൽ നല്ലോണം വലുതാവും. ഓക്കെ, ഇങ്ങനെയാണ് പാല് കുടിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് യശോദമയ്യയും കൃഷ്ണൻ തമ്മിലുള്ള ലീലകൾ. അതേപോലെ യശോദമയ്യ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, ഇന്ന് ജന്മം മാത്രമേ പറയാൻ പറ്റുള്ളൂ, ജന്മം മാത്രം പറഞ്ഞാൽ സാധിക്കും, ബാക്കിയുള്ള നമുക്ക് പിന്നീട് ക്ലാസ് എടുക്കും. അപ്പൊ യശോദമയ്യയുടെ അടുത്ത യശോദമയ്യ അതുപോലെ കഥ പറഞ്ഞെടുക്കും. ഈ കൃഷ്ണന് ഭയങ്കര പേടിയാണ്, യശോദമയ്യയുടെ കൃഷ്ണന് ഭയങ്കര പേടിയാണ്. ഇടി വെട്ടി കഴിഞ്ഞാൽ അപ്പ ചാടിക്കറി അമ്മയുടെ പടി കയറി, എനിക്ക് പേടിയാണെന്ന് പറയുമോ, പേടിച്ച് വരയ്ക്കാൻ തുടങ്ങും, കെട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഇടി മിന്നുമ്പോൾ പേടിയാണ്, ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്, നിഴലിനെ കണ്ട പേടിയാണ്. എന്നിട്ട് ചെയ്യും. പക്ഷെ അതേ കൃഷ്ണൻ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്നത്തെ ഭാഷ പറയും, സൈക്യാട്രിസ്റ്റുകളുടെ ഭാഷ പറഞ്ഞാൽ പറയില്ലേ, നമ്മൾ മണിച്ചിത്രാല് പറഞ്ഞവര് ഞങ്ങൾ സൈക്യാട്രിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനെ അല്ലെ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതേപോലെയാണ് അതേ കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട്, പൂതനാഹാരിയാണ്, പൂതനെ വധിക്കുന്നു അല്ലെ, അതേപോലെ തൃണാവർത്തനെ വധിക്കുന്നു, ബകാസുരനെ വധിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് കൃഷ്ണൻ, ഇതേ കൃഷ്ണൻ തന്നെ. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബൈപോളാർ ഡിസോർഡർ പോലെ അല്ലെ, പല സ്വഭാവങ്ങൾ കളിക്കുന്നത്. അതേ കൃഷ്ണൻ ഇതും ചെയ്യും. എന്നിട്ട് കൃഷ്ണൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതും രസമാണ്. കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഈ തൃണാവർത്തനെ വധിച്ച ശേഷം ചോദിക്കും, ഞാനാ ഫ്രണ്ട്സൊക്കെ നോക്കുന്നുണ്ടോ, ഇതിപ്പോ എന്താ സംഭവിച്ചത് നോക്കുമ്പോൾ, ഞാനാ അസുരനെ ഇടിച്ച് വധിച്ചത് കണ്ടോ, കൊന്നു കണ്ടോ, ഇറ്റ് സീ മൈ പഞ്ച് എന്ന് ചോദിക്കും. അപ്പൊ ഇവര് പറയും, അതെ കൂടുതൽ ചാട വേണ്ട, നീ ഞങ്ങളെക്കാൾ ഒട്ടും മേലല്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പോലെ തന്നെ ഉള്ളൂ. സംഭവം എന്താ ഞങ്ങൾക്കറിയാം, നിന്റെ അച്ഛൻ നന്ദ മഹാരാജൻ എന്ത് ചെയ്യുന്നുണ്ട്, സാലിഗ്രാമം പൂജിക്കുന്നുണ്ട്. സാലിഗ്രാമം പൂജിക്കുന്നതിന് വിഷ്ണു ഭഗവാൻ എപ്പോഴും വിഷ്ണു. അപ്പൊ ആ സമയത്ത് നിനക്ക് ആപത്ത് വരുമ്പോൾ സ്വയം വൈകുണ്ഠത്തിൽ നിന്ന് വിഷ്ണു ഭഗവാൻ വന്ന് നാരായണൻ വന്ന് നിന്റെ ദേഹത്ത് കയറുകയാണ്. എന്നിട്ട് വധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നാരായണൻ തിരിച്ച് വൈകുണ്ഠത്തേക്ക് പോവാണ്. ഇവര് സാഖ്യരസത്തിൽ പറയുന്ന തമാശയാണ്, കളിയാക്കിയതാണ്, പക്ഷെ സത്യമാണ്. ഈ പറയുന്ന കാര്യം സത്യവുമാണ്. കാരണം വസുദേവ കൃഷ്ണനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ പേടിച്ചിരിക്കുന്നത് ആരാണ്, യശോദാനന്ദൻ കൃഷ്ണനാണ്. ഓക്കെ, അതേപോലെ യശോദമയ്യ കഥകൾ കേൾക്കണം കൃഷ്ണനെ ഇപ്പോൾ ഉറങ്ങാൻ. അപ്പൊ കഥ പറഞ്ഞു കൊടുക്കും. കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് അതിലേറെ രസമാണ്. കഥ പറയാൻ തുടങ്ങും. അപ്പൊ ഒരു കഥ കേൾക്കണം, ശരി പുതിയ കഥ വേണം കേട്ടോ പറയും. അപ്പൊ ശരി പുതിയ കഥ പറയാൻ തുടങ്ങും. ഒരിക്കൽ കൃഷ്ണ പണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു, പ്രഹ്ലാദ് മഹാരാജ്. ഓക്കെ, എന്നിട്ട് ആ കഥയൊക്കെ പറഞ്ഞു പോയിട്ട് നരസിംഹ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് വരും. അപ്പോഴേക്കും കൃഷ്ണൻ തന്നെ കയറി പറയും, തൂണ് വളർന്ന് നരസിംഹമായിട്ട് വന്നു, അലറാൻ തുടങ്ങും. നിനക്ക് എങ്ങനെ അറിയാം? മയ്യ ഇത് എന്റെ കഥയാണ്, ഇത് എന്റെ തന്നെ ലീലയാണ് എന്ന് പറയും. ഈ പറയുന്നത് എന്റെ കഥയാണ്. ഓഹോ, അപ്പൊ ശരി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി വേറെ കഥ പറയാം. ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. അങ്ങനെ രാമന്റെ കഥ മുഴുവൻ പറയാൻ തുടങ്ങും. ഓക്കെ, കൃഷ്ണൻ രാമായണം കേൾക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. കൃഷ്ണൻ രാമായണം സ്ഥിരം കേൾക്കുമായിരുന്നു കൊട്ടാരം. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ എത്തി സീതാ സഹോദരത്തിന്റെ സമയത്ത് ഇപ്പൊ കൃഷ്ണൻ ഇങ്ങനെ നാണിച്ച് ചിരിക്കാൻ തുടങ്ങും. ഓക്കെ, നാണിച്ച് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, അവസാനം വരുന്നു സീത അപഹരണം വരുന്ന സമയത്ത്, രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയം വരുന്ന സമയത്ത് കൃഷ്ണൻ ചാടി നിൽക്കും. ലക്ഷ്മണ, എന്റെ അമ്പുവിനെ കൊണ്ടുപോവാ, എന്റെ ധനുസ് കൊണ്ടുപോവാ, ആ രാവണനെ ഞാൻ ഇപ്പൊ വധിക്കും, ഈ നിമിഷം ഞാൻ വധിക്കും. യശോദമ ചോദിക്കും, ഞാൻ നിന്നെ ഉറക്കാനാണോ കഥ പറയുന്നത്, അതോ ഉണർത്താനാണോ, ചാടി എഴുന്നേക്കാനാണോ ഞാൻ നിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയും, ലക്ഷ്മണൻ ആര് വരുന്നുണ്ടാവും, ബലറാം ഓടി വരും. ബലം വിളിക്കും, എന്താ അല്ല വിളിച്ചു, നീ ആരാ? ഞാൻ ലക്ഷ്മണൻ. ഇവൻ വിഷ്ണു ആയിരുന്നപ്പോ ഞാൻ അനന്തൻ. ഇവൻ എന്ത് ചെയ്യും, രാമനെ വന്നപ്പോ ഞാൻ ലക്ഷ്മണനായിരുന്നു. മയ്യ
എന്തൊരു സൗഭാഗ്യമാണ് അവിടത്തേക്ക്. കാരണം അങ്ങേക്ക് അവിടത്തേക്ക് എന്തുണ്ട്, ഇപ്പോ കൃഷ്ണനായിട്ട് അവരും ബലരാമായിട്ട് ഞാനും വന്നിരിക്കുന്നു. എന്തൊരു സൗഭാഗ്യമാണ് അമ്മയ്ക്ക്. അപ്പൊ നേരെ അതോടുകൂടി യശോദമയ എന്ന് പറയുമോ? അല്ല, ഈ എല്ലാ 20 അവതാരങ്ങൾക്കും വരാനായിട്ട് എൻ്റെ വീട് തന്നെ തിരഞ്ഞെടുത്ത എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. എന്നിട്ട് നേരെ വടി എടുത്തിട്ട് ബലരാമനെ കാണിച്ച് പറയും, ദാമോദര ലീല അറിയാലോ അല്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പൊ അവിടെ നടക്കും, നീ ആയിരിക്കാം, നിനക്കിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോഴേക്കും ബലരാമൻ അവിടുന്ന് ഓടിപ്പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ലീലകളാണ് ഭഗവാന്റെ ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം അതീന്ദ്രിയമായ ഒരുപാട് സ്വഭാവം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കാര്യം പറയുന്ന സമയത്ത് ഇതിൽ പറയേണ്ടത് അതാണ്. പ്രഭാത് പറയുന്നതിന്റെ അർത്ഥം ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമല്ല. കാരണം വിചാരിക്കാം എന്താണ്, കൃഷ്ണൻ അങ്ങനെ ജനിച്ചതല്ലേ എന്നുള്ളതൊക്കെ വിചാരിക്കാം. അപ്പോൾ കർമ്മങ്ങൾ ഇപ്പൊ പറഞ്ഞു, ദാമോദര ലീല നടക്കുന്നത് എത്രാമത്തെ വയസ്സിലാ? 3 വയസ്സ്. ഗോവർദ്ധന ലീല 7 വയസ്സിൽ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ജന്മം കർമ്മം അല്ലെ, ജന്മത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇനി കർമ്മത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഭഗവാന് അപ്പൊ ഈ ദാമോദരയിൽ നമ്മൾ എന്ത് കാണിക്കുന്നുണ്ട്? ശരിക്കും ഭഗവാൻ എല്ലാ ഗുണങ്ങൾക്കും മുകളിലാണ് അല്ലെ. നമ്മളെല്ലാം കർമ്മ ഗുണങ്ങളിലാണ്, കർമ്മങ്ങളിലാണ്, കർമ്മബന്ധനത്തിലാണ്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരിച്ചടിക്കും. നമ്മൾ പറയുന്ന വാക്കുകൾ പോലും എയറിലുണ്ടാവും എന്നാ പറയാം. ഓക്കെ, തിരിച്ചു വരും. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ കർമ്മങ്ങൾ ഈ ദാമോദര ലീലയിൽ നമ്മൾ പലതവണ കേട്ടുള്ളതാണ്. എന്താ, ഭഗവാൻ എന്തുണ്ട്? കാമമുണ്ട്, ആഗ്രഹമുണ്ട്, യശോദമയുടെ പാല് വേണമെന്നുള്ളത്. അത് കൊടുക്കുമ്പോൾ കൊടുത്ത് പോരാ, ഗ്രീഡുണ്ട്, അത്യാർത്ഥിയുണ്ട്. അത് കൊടുക്കാണ്ട് മുമ്പ് അവിടെ ഇട്ടേച്ച് പാല് എന്താണ് ഓഫ് ചെയ്യാല്ലേ, സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തുണ്ട്? ദേഷ്യവും വരുന്നുണ്ട് അല്ലെ, ക്രോധവും വരുന്നുണ്ട്. ആരാണ്? അക്രോധ പരമാനന്ദ നിത്യാനന്ദ റായ്. ആ ഭഗവാനോട് ക്രോധം വരും. കാമം, ലോകം, മോഹം, ക്രോധം എല്ലാം വരുന്നുണ്ട്, അസൂയൊക്കെ വരുന്നുണ്ട് ഭഗവാന്. അപ്പോ ഭഗവാനെ കർമ്മം ബാധിക്കുന്നുണ്ടോ? ഇല്ല, ഇത് അതീന്ദ്രിയമായ രീതിയാണ്. അപ്പോൾ ഭഗവാന് കർമ്മം ബാധിക്കുന്നില്ല നല്ലൊരു കാര്യം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാന് നമ്മൾ ഭഗവത്ഗീതയുടെ 5 വിഷയങ്ങൾ എന്തൊക്കെയാ? പ്രകൃതി, ജീവ, ഈശ്വര, കാല, പ്രകൃതി, കർമ്മ. ഇതാണ് ഈ 5 സബ്ജക്ട് വിഷയം മാറ്റർ ഭഗവത്ഗീതയുടെ. ഈ 5 വിഷയം, പാഠ്യ വിഷയം. ഇതില് അപ്പൊ കർമ്മത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളതിനെ പ്രകൃതി ബാധിക്കുന്നുണ്ട്. എങ്ങനെ? കാലം അല്ലെ, കാലം നമ്മളെ ബാധിക്കുന്നുണ്ട്. കാലം നമ്മളെ ബാധിക്കുന്നുണ്ട്. എങ്ങനെ നമുക്കറിയാം? ഇങ്ങോട്ട് നോക്കിയാൽ മതി. കളറടിച്ചിട്ട് കുറച്ചായി, കണ്ടില്ലേ വെള്ളമുടി വരുന്നത്? വെള്ളമുടി കണ്ടില്ലേ? ഇതാണ് കാലം കൊണ്ട്. ഇതാ ചുളിവുകൾ വരുന്നു ഒക്കെ തന്നെ തത്വം. കാലം നമ്മളെ മുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കട്ടെ, കൃഷ്ണന്റെ ഏജ് എത്രയാണ്? ഇവിടെ നമ്മൾ കാണുന്ന രൂപത്തിൽ എങ്ങനെ, എത്ര വയസ്സാ? നവ യൗവനം, എന്നാലും 16 വയസ്സിന്റെ ഇതാണ്. അപ്പൊ ദാമോദര ലീല നടന്നപ്പോഴോ 3 വലുതായില്ലേ? അപ്പോ ഗോവർദ്ധന ലീലക്ക് 7 നമ്മൾ വെച്ചിരിക്കുന്ന രൂപത്തിൽ അപ്പോൾ 16 വയസ്സായി. അപ്പൊ അവിടെ ബാധിക്കുന്നില്ലേ? കാലം ബാധിക്കുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കണം ഒരേപോലെ, നിത്യം ഒരേപോലെ നിൽക്കണ്ടേ? പ്രായം നമുക്ക് വരുന്നതുകൊണ്ടാണ്. നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ പോയി കഴിഞ്ഞാൽ ബോഡി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രായമുണ്ടോ? ഇല്ല, ഒരേപോലെയാണ് എപ്പോഴും അല്ലേ. അപ്പൊ ഭഗവാനോട് വരുമ്പോ ഈ കാണിക്കുമ്പോ കാലം ബാധിക്കുന്നില്ലേ? ഇല്ല. എങ്ങനെ ബാധിക്കുന്നില്ല? കാലം ബാധിക്കുന്നില്ല. സംഭവിച്ചു, ഉത്തരം ശരിയാണ്. പക്ഷെ കാരണം കാരണം വെച്ചിട്ട് നമ്മൾ പറയുള്ളൂ ഇത് ഗൗഡീയ വൈഷ്ണവ ഫിലോസഫിയാണ്. ഇത് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നത് പോലെയല്ല. ആയിരിക്കാം, അല്ലായിരിക്കാം എന്നുള്ള മോഹൻലാലിന്റെ ഇന്റർവ്യൂ അല്ല. ഇത് ഓഷോ ഫിലോസഫി അല്ല. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ആത്മീയമാണ്, അതെ, സച്ചിദാനന്ദമാണ്. പക്ഷെ ഇത് കാണിക്കുന്നുണ്ടല്ലോ, 1 വയസ്സിലുള്ള കണ്ടു കൃഷ്ണനെ, 2 വയസ്സിൽ കണ്ടു കൃഷ്ണനെ, 3 വയസ്സിൽ കണ്ടു കൃഷ്ണനെ. അപ്പോഴോ അത് എവിടെ കെട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളുടെ ആചാര്യസ്. പ്രഭാത് എപ്പോഴും കോട്ട് ചെയ്തൊരു ആചാര്യ ശ്രീല വിശ്വനാഥ്, നമ്മളെ പരമ്പരയിലുള്ള വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ആചാര്യ. അദ്ദേഹം നമ്മുടെ രൂപഗോസ്വാമിയുടെ ലഘുഭാഗവതാമൃതം, ഭാഗവതം, ഇതിന് അദ്ദേഹം ഒരു കമന്ററി എഴുതിയാണ്. അത് ഭാഗവതാമൃത കണം. ഇത് ഭാഗവതാമൃത കണം. അതേപോലെ ഭക്തി രസാമൃത സിന്ധു ബിന്ദു, ഒരു ഡ്രോപ്പ്, അതിന്റെ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി രൂപഗോസ്വാമിയുടെ, അതിനും അദ്ദേഹം കമന്ററി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഉജ്ജ്വല നീലാമണി എന്ന പുസ്തകത്തിന്റെ കമന്ററിയാണ് ഉജ്ജ്വല നീലാമണി കിരണം, അതിൽ ഉരുളായി.
ഇങ്ങനെ 3 കമന്ററീസ് വിശ്വനാഥ് ചക്രവർത്തി താക്കൂർ എഴുതിയാണ്. അപ്പൊ വിശ്വനാഥ് ചക്രവർത്തി താക്കൂർ ഈ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്, അതിന് ഉത്തരവും തന്നിട്ടുണ്ട്. അതെവിടെ വെച്ചാൽ ലഘു ഭാഗവതാമൃതത്തിൽ നിന്ന് അത് കൂടുതൽ വ്യക്തം. രൂപഗോസ്വാമിയുടെ ലഘു ഭാഗവതാമൃതത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ ചോട്ടെല്ലാം അല്ലെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഗോലോക ചാട്ട് ഇതെല്ലാം വെച്ചിരിക്കുന്നു. അപ്പൊ പലപ്പോഴും ഭക്തന്മാർ വിചാരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഇപ്പൊ നമുക്ക് കുറെ ഇത് കേട്ട കാരണം ആദ്യം പലരും വിചാരിക്കുന്നത് ഒരു യൂണിവേഴ്സ് ഒറ്റ. ഇപ്പൊ തന്നെ ആളുകളുടെ ഭൗതിക ആളുകൾക്ക് പോലും അറിയാം മൾട്ടിവേഴ്സസ്, പല പല ലോകങ്ങൾ, അനുഗ്രഹ ജീവികൾ ഉണ്ടാവാം. ISRO ചെയർമാൻ വരെ പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഈ ഭൗതികമായിട്ട് ഒരുപാട് യൂണിവേഴ്സ് അല്ല ബാക്കിയല്ല മൾട്ടിവേഴ്സസ് ഉണ്ടാവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ ഉൾക്കൊള്ളാറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആത്മീയമായ ലോകങ്ങളെ പറ്റി പറയുമ്പോൾ ഒന്ന് എന്നുണ്ട്. പക്ഷെ അപ്പോഴും ഭക്തന്മാർ വൈഷ്ണവർക്ക് അറിയാവുന്നത് എപ്പോഴും അവർ കാരണോദക സായി വിഷ്ണു, ഗർഭോദക സായി വിഷ്ണു, ക്ഷീരോദക സായി വിഷ്ണു എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം പല വൈകുണ്ഠങ്ങളുണ്ട്, പല പല വിഷ്ണുമാരുണ്ട് നമുക്കറിയാം. അതുവരെ നമ്മൾ പോയിട്ടുണ്ട്. അയോധ്യ അതിന്റെ മുകളിൽ ആ ചാട്ടിരിക്കുന്ന അയോധ്യധാം ഗോലോകധാമിലേക്ക് പോകുന്ന സമയത്ത് അതിന് നമ്മൾ അപ്പോഴും നമ്മളൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത് അല്ലേ. എന്നാൽ വിശ്വനാഥ് ചക്രവർത്തി താക്കൂർ പറയുന്നു ബില്യൺസ് ഓഫ് ഗോലോക വൃന്ദാവനം, ഗോലോക വൃന്ദാവനം ബ്രില്യൻസ് ഉണ്ട് എന്നാണ് വിശ്വനാഥ ചക്രവർത്തി താക്കൂർ പറയുന്നത്. ഓക്കെ, ബില്യൺസ് ഓഫ് ഗോലോക വൃന്ദാവനം എന്നാണ് പറഞ്ഞത്. ഇത് പറയുന്നത് വെച്ചെങ്കിൽ അത് കുറെ സെറ്റുകൾ എടുക്കാം. സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് അമരേന്ദ്രദാസ് പ്രഭുവാണ് എനിക്ക് ക്ലാസ്സിൽ ഞാനിത് കേട്ടത് അതിനെ കുറിച്ചിട്ട്. അതായത് സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണമുണ്ട്. നമ്മളൊക്കെ കുറെ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ സെറ്റ് എ ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ. സെറ്റ് എ ഗോലോക വൃന്ദാവനത്തിലെല്ലാം കൃഷ്ണൻ 1 വയസ്സിലാണ്. സെറ്റ് ബിയില് 2 വയസ്സ്, സെറ്റ് 3 സിയില് ഉള്ള ഗോലോക വൃന്ദാവനങ്ങളിലെല്ലാം കൃഷ്ണൻ 3 വയസ്സിലാണ്. കാരണം എപ്പോഴും എന്തുണ്ട്, ലഡ്ഡു ഗോപാലം ചെയ്തിട്ട് അവിടെ പോയിട്ട് ലഡ്ഡു ഗോപാലം കിട്ടണമെന്ന് വിചാരിക്കുന്ന ഭക്തന്മാർ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16 വയസ്സ് കൃഷ്ണൻ കിട്ടിയൊരു കാര്യമുണ്ടോ? അവര് സേവ ചെയ്യുന്ന അങ്ങനെയാണ്, അവിടെയുമുണ്ട്. അതും അങ്ങനെ എത്ര വേണ്ടി വരും പറഞ്ഞ ഓൾറെഡി മെറ്റീരിയൽ. എപ്പോഴും പ്രഭാത് പറയുന്നുണ്ട് എന്താണ്, നമ്മൾ ഈ ഭൗതിക ലോകങ്ങളിൽ ആകെ എത്രയുള്ള ഭഗവാന്റെ സൃഷ്ടി ഇതിന്റെ പറയുന്നത് 1/4 3/4 ആത്മീയ ലോകങ്ങളാണ്. അപ്പൊ അതിൽ പെട്ടു ഇതെല്ലാം അത്രയും ജീവാത്മക്കൾ അവിടെയാണ്. അപ്പൊ അത്രയും വേരിയേഷൻ അവിടെ വേണം. ഇവിടെ എത്രയും വേണമെങ്കിൽ അവിടെ എത്രയും വേണമെന്നാണ്. 1/4 ഇത്രയും മൾട്ടിവേഴ്സസ് വേണമെങ്കിൽ ഇത്രയും അധികം സൗരയൂഥങ്ങൾ, ഇത്രയധികം നക്ഷത്രങ്ങളല്ലേ, അതിനെ പറ്റിയുള്ള എത്രയോ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ടെങ്കിൽ ആത്മീയ ലോകങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അത് 3/4 ആണ്. മുക്കാലം അവിടെയാണ്. അപ്പൊ ഗോലോകം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്നത് ഈ ചെറിയ കൃഷ്ണൻ, ഏറ്റവും കുഞ്ഞ കൃഷ്ണൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2ാമത്തെ വയസ്സാവിന്റെ ആ ലീല കാണിക്കുന്ന സമയമാകുമ്പോൾ ദിസ് കൃഷ്ണ ഡിസപ്പിയേഴ്സ്. ഈ കൃഷ്ണൻ അപ്രത്യക്ഷനായി വേറെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ആ കൃഷ്ണനാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഏതുപോലെ ചിത്രങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്നു. നമ്മളൊരു ഫോട്ടോ കാണിച്ചു, അപ്രത്യക്ഷപ്പെട്ടു, അടുത്ത കൃഷ്ണൻ വീണ്ടും വന്നു, 2ാം വയസ്സുള്ള കൃഷ്ണൻ വന്നു, അവിടെയുണ്ട് വിസ്തരിക്കും. 3ാമത്തെ അവിടെ അതിലാണ് ഈ പ്രഭാത് കോട്ട് ചെയ്തിരിക്കുന്ന ആ ശ്ലോകത്തിന്റെ പ്രസക്തി. അതിലേക്ക് എത്താം. അപ്പൊ മൂന്നാമത്തെ വയസ്സിലുള്ളത് വന്നു, ഗോവർദ്ധൻ ലീലയാകുമ്പോഴേക്കും 7ാമത്തെ വയസ്സിൽ കൃഷ്ണൻ വരും. അത് കഴിഞ്ഞിടത്ത് മുമ്പ് അതിനെ റീപ്ലേസ് ചെയ്ത് ആ കൃഷ്ണൻ തിരിച്ചു പോകും. അതെ, 7th അവിടെ ചെയ്യും. സാക്കിരസിലുള്ള പുരോഗമനം ആ ഒരു പ്രായത്തിലാണ് 7 വയസ്സ് 11 വയസ്സിലേക്ക് 7 വയസ്സിലാണ് ചെയ്യുന്നത്. സാക്കിരസിലുള്ളവരെല്ലാം സഖാക്കൾ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, സാക്കിരസം അതിൽ തന്നെയുണ്ട്. ഈവൻ മുത്തശ്ശിനുമായിട്ട് കൃഷ്ണന് സാക്കിരസം ഉള്ളത്. കാരണം കൃഷ്ണൻ അവരോട് തമാശ പറയുന്നു. അതെന്ന് വെച്ചാൽ വൈഷ്ണവ എറ്റിക്വറ്റാണ്. നമ്മൾ സീനിയർ ഡിവോട്ടീസിനോട് തമാശ പറയാൻ പാടില്ല, ഒഫൻസ് ആവാം. അതുകൊണ്ട് യു ഡോണ്ട് കട്ട് ജോക്സ് വിത്ത് യുവർ സ്പിരിച്വൽ സീനിയേഴ്സ്. സീനിയേഴ്സിന് ജൂനിയേഴ്സിനോട് പറയാം, സ്പിരിച്വൽ സീനിയേഴ്സിനോട് ഒരിക്കലും ജോക്കുകൾ പറയില്ല. അവരെ കുറിച്ച് നമ്മൾ തമാശ കളിയാക്കലോ ഉണ്ടാവില്ല. കാരണം അപരാധം വന്നാലോ അപ്പോൾ കൃഷ്ണനോട് കാണിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഇത് വാത്സല്യ രസവുമുണ്ട്, സാക്ഷ്യരസവുമുണ്ട് അവരുണ്ട്. അത് ഉറപ്പാണ്. ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത് തമാശ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മനസ്സിലാക്കാം. പാണ്ഡവർ അങ്ങനെയാണ്. ദ്രൗപദി എല്ലാം സാക്ഷ്യരസത്തിലാണ്. ദ്രൗപദിയെ ഭഗവാൻ വിളിക്കുന്നതിന്റെ സഖി എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് ഭഗവാന്റെ ജന്മത്തിൽ വരുന്നത്. ഇത്തരം ബില്യൺസ് ഓഫ് ഗോലോക വൃന്ദാവൻസ് ആണ് ഉള്ളത്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു കൃഷ്ണൻ വരുന്നു, ഒരാളൊരു അപ്രത്യക്ഷം, അടുത്ത കൃഷ്ണൻ വരുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് ഇതിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയോ നരസിംഹ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയോ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ ഒരു വാമനാവതാരം നടക്കുന്നുണ്ട്. ഇപ്പൊ രാമാവതാരം എവിടെ നടക്കുന്നുണ്ട്? ഗോവർദ്ധനിൽ എവിടെ നടക്കുന്നുണ്ട്? ദാമോദരനിൽ ഇപ്പൊ വേറെ എവിടെ നടക്കുന്നുണ്ട്? ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ആ വാക്ക് എന്ത്
ഈ ഭാവാർത്ഥത്തിൽ കോട്ട് ചെയ്യുന്ന ഉപനിഷത്തിന്റെ ഇത് നിത്യലീലാനുരക്തോ, നിത്യലീലാനുരക്തോ, നിത്യമായ ലീലകളാണത്. അല്ലാണ്ട് ഒരു സമയത്ത് മാത്രം നടന്നതല്ല. പുരാണം അല്ല, പണ്ട് നടന്നൊരു ഇതിഹാസം മാത്രമല്ല, അത് എപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കണം ഭഗവാന്റെ. ഓക്കെ, ഇതാണ് അതാണ് ഈ ഒരു രീതിയിലാണ് അതിനെ ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ എന്തായി, ഒരു കൃഷ്ണനെ ചിലർക്ക് എന്താക്കിയിട്ടുണ്ടാവും, 2 കൃഷ്ണനാക്കി കൊടുത്ത് അപ്പൊ തന്നെ കൺഫ്യൂസ് ചെയ്യണം. ഇപ്പൊ എത്ര ഉണ്ട്, ബില്യൺസ് ആൻഡ് ബില്യൺസ് അല്ലേ. പക്ഷെ ഇതെല്ലാം ആയിരിക്കുമ്പോഴും ഭഗവാൻ എന്താണ്, ദ വൺ സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ് അല്ലേ. ഒരു ആയിരിക്കുന്ന ഭഗവാൻ തന്നെ പല രൂപങ്ങൾ, അതീന്ദ്രിയമായ രൂപങ്ങൾ, അത് ഓരോന്നും അതീന്ദ്രിയമാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ കാലം എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അതേപോലെ കർമ്മവും ബാധിക്കുന്നില്ല. പക്ഷെ ഭഗവാന്റെ ഇവിടെ ലീലകളെല്ലാം ഭഗവാൻ എന്ത് ചെയ്യും, ടു സെറ്റ് എക്സാമ്പിൾ. ഭഗവാൻ എന്ത് കർമ്മം എടുക്കുന്നതായിട്ട് കാണിക്കും. അത് മനുഷ്യനുള്ള പാഠമാണ്. അതിനുവേണ്ടിയാണെങ്കിൽ ചെയ്യും. അതാണ് രാമഭഗവാൻ എന്ത് ചെയ്യുന്നത്, കാണിച്ചു വരുന്നത്. അതേപോലെ തന്നെ ഈ ഭഗവാന്റെ ലീലകൾ അവസാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മറ്റൊരു ക്ലാസ്സിൽ പറയാം അല്ലെ. ഭഗവാന്റെ അപ്രത്യക്ഷനാവുന്നതിനെ കുറിച്ചിട്ട് ശരിക്കും 4-5 കാരണങ്ങളുണ്ട്. 4-5 കഥകൾ റിലേറ്റ് ചെയ്തിട്ടേ ശരിക്കും അത് പറയാൻ പറ്റുള്ളൂ, ഭഗവാൻ അപ്രത്യക്ഷനാവുന്ന രീതിയെ കുറിച്ചിട്ട്. ഇങ്ങനെയാണ് ഭഗവാന്റെ കർമ്മങ്ങളും ഇതെല്ലാം. ഭഗവാൻ അപ്പം എന്ത് ചെയ്യുന്നില്ല, കാലം ബാധിക്കുന്നില്ല, കർമ്മവും ശരിക്കും ബാധിക്കുന്നതിന് മുകളിലാണ്. പക്ഷെ അതെല്ലാം എടുക്കുന്നതായിട്ട് ഭഗവാൻ ചെയ്യുന്നതായിട്ട് കാണിക്കും. ഇതാണ് ഭഗവാന്റെ അതീന്ദ്രിയമായ ലീല. 5 മിനിറ്റ് കൂടി എടുക്കണോ? 12:42 എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭഗവാനെ ചുരുക്കിയിട്ട് ഒരു കാര്യം പറയാം. നമ്മളുടെ ഭഗവാന്റെ ഈ അവസാനം പോകുന്ന സമയത്ത് അല്ലെ, പോകുന്ന ലീലകളില്ലേ, ഭഗവാൻ എങ്ങനെയാണ് പോകുന്നത്, ഇവിടുന്ന് അപ്രത്യക്ഷമാവുന്നത്. ഭഗവാൻ അപ്രത്യക്ഷമാവുന്ന ലീല എങ്ങനെയാണ്, വേടന്റെ അമ്പ് കൊണ്ടുള്ള എല്ലാവർക്കും അറിയാം. അതിന്റെ കാരണം എന്താണ്, അമ്പ് അവിടെ കൊള്ളാനുള്ള കാരണമൊക്കെ ഉണ്ട്. ആദ്യം എന്തുണ്ട്, യദു വംശം മുഴുവൻ നശിക്കുന്ന ആരുടെ ശാപമാണ്, ഗാന്ധാര ശാപമുണ്ട്. പിന്നെ അത് എന്തിലൂടെ ആവുന്നുള്ളത്, ആ അസ്ത്രത്തിനുണ്ട്, ഇരുമ്പുലയ്ക്ക. അതെ, അതെന്തെങ്കിലും സംഭവം, കൃഷ്ണന്റെ ജാമ്പവതിയിലുള്ള പുത്രനായ സാമ്പൻ എന്ത് ചെയ്തു, എപ്പോഴും എന്ത് ചെയ്യും, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ പോലെ അവര് വസ്ത്രം ധരിപ്പിക്കും. എന്നിട്ട് ബാക്കിയുള്ള ഈ അവിടുത്തെ കുട്ടികളുടെ കുറുമ്പായിരുന്നു. എന്നിട്ട് അതിനെ പോകുന്ന സന്യാസിമാരുടെ അവരോട് പറയിച്ചു വയ്ക്കും. അപ്പൊ ദുർവാസവും ഉണ്ടായിരുന്നു. നേരെ വെച്ചോട്ട് എന്താണ്, അതായിരിക്കും, ഇത് ആണായിരിക്കും എന്ന് നോക്കും. ബാബ ആണാണിനെയാണോ പെണ്ണിനെയാണോ പ്രസവിക്കുക എന്ന് ചോദിക്കുന്നത്. അപ്പൊ എന്ത് പറയും, ആണല്ല പെണ്ണല്ല ഇരുമ്പോലൊക്കെ പ്രസവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ നാശം ഉണ്ടാവും, ഈ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എന്ത് സമയം ഇരുമ്പരയ്ക്ക് അപ്പം പ്രസവിക്കും. എന്നിട്ട് പേടിച്ചിട്ട് നേരെ കൊണ്ടുപോയി ഉഗ്രസേന മഹാരാജാന്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹം പറയും, ഇത് കാഞ്ചി ചെത്തി പൊടിയാക്കുക, ഫുള്ള് പൊടിക്കിട്ട് കടലിൽ ഒഴിക്കുക. അവസാനത്തെ കഷ്ണം ഉണ്ടാവും, അതും കടലിലേക്ക് ഒഴിക്കാൻ. അപ്പൊ എന്ത് അങ്ങനെ ചെയ്തു. ആ അവസാനത്തെ കഷ്ണം എന്തുണ്ടായി, അതൊരു മീൻ വിഴുങ്ങി. ആ മീനിനെ ഒരു മീൻകാരൻ പിടിച്ചു, വയറ്റിൽ നിന്ന് അത് കിട്ടി. അത് തനിക്കൊരു പ്രയത്നം വെച്ചിട്ട് സുഹൃത്തായിട്ടുള്ള വേടന കൊടുത്തു. അപ്പൊ വേടൻ എന്ത് ചെയ്തു, അതുകൊണ്ട് സുഹൃത്ത് അസ്ത്രം ഉണ്ടാക്കി, അസ്ത്രത്തിന് അറ്റമായിട്ട് മോനയായിട്ട് ഉപയോഗിച്ചു. എന്നിട്ടാണ് ചെയ്യുന്നത്. ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ഭഗവാൻ അറിയാം കാര്യങ്ങളെല്ലാം. അപ്പൊ ഭഗവാൻ അതേപോലെ ഈ പൊടികളിൽ എന്തായി വന്നു, തിരിച്ച് തീരത്തേക്ക് തന്നെ വന്നിട്ട് അവിടെ എല്ലാം പുല്ല് വളർന്നു. ആ പുല്ല് ഭയങ്കര ഷാർപ്പായിട്ട് വളർന്നു. ആ സമയം ഇവരെന്ത് തുടങ്ങി, യദുവംശത്തിലുള്ളവരെല്ലാം മദ്യസേവനം തുടങ്ങി. മദ്യം സേവിച്ച് മുൻപത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിരുന്ന ഈ പുല്ല് എടുത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും വെട്ടിയും എല്ലാവരും മരിക്കുന്നത്. ഈ സമയത്താണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. ഭഗവാൻ ഒരു മരത്തിനോട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് കാലിങ്ങനെ നമ്മൾ വെക്കുന്ന മതി മേപ്പട്ടേക്ക് കേക്ക് വയ്ക്കും. അപ്പൊ ഈ കാര്യം ഒരു അപ്പുറത്ത് വെള്ളവും ഉണ്ട്. അപ്പൊ കുറേ ദൂരത്ത് നിന്ന് മരത്തിൽ നിന്നിട്ട് അവിടെ നിന്ന് ഒരാൾ നോക്കി വേടൻ നോക്കുന്ന സമയത്ത് എന്താ തോന്നുന്നു എന്ന് വെച്ചാൽ, ഭഗവാന്റെ പാദങ്ങൾ കാണുമ്പോൾ ഒരു മാൻ കുനിഞ്ഞു നിന്ന് വെള്ളത്തിൽ, കാരണം ഇത് അവിടെയാണ് വെള്ളം, പക്ഷെ ദൂരത്ത് നോക്കുമ്പോൾ അങ്ങനെ തോന്നും വെള്ളം കുടിക്കാൻ നോക്കുകയാണ്. അപ്പൊ അതിനെ ഉന്നം വെച്ച് ചെയ്യും. എന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ പാദത്തിലാണ് തുളഞ്ഞു കയറിയിരിക്കുന്നത്. ഭഗവാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പൊ അത് അയ്യോ ഇങ്ങനെ അപരാധം പറ്റിപ്പോയില്ലെന്ന് വേണം പറയുമ്പോൾ ആശിക്കും, വിഷമിക്കണ്ട, കഴിഞ്ഞ അവതാരത്തില് ജന്മത്തിൽ ഞാൻ നിന്നെ ചെയ്തിട്ടുണ്ട്, മരത്തിന്റെ പുറകെ നിന്ന് അമ്പ ചെയ്തിട്ടുണ്ട്. അതാരാണ്, രാമൻ വാലിയെ അമ്പ ചെയ്ത സമയത്ത് വാലി വന്നിട്ട് ചോദിക്കും, വാലി എടുക്കും. വാലിയുടെ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തോട്ട് പോയി പകുതി തുളഞ്ഞു കയറി എന്നാണ്. അത് വലിച്ചെടുക്കുമ്പോൾ അമ്മ എഴുതും, പേര് കാണും ദശരഥനന്ദൻ. പറയും, ഈ ദശരഥനന്ദൻ രാമനെ ഞാൻ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്, പക്ഷെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്യുന്നൊരു ഭീരുവായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ രാമൻ മുന്നിലേക്ക് വരുമ്പോൾ പക്ഷെ അപ്പോഴും നമസ്കരിക്കും മാറി. എന്ത് ചെയ്യും, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? പറയും, എന്താണ്, ഞാൻ രാജാവിന്റെ പ്രതിനിധിയാണ്,
നീ അന്യന്റെ പത്നിയെ മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അപ്പൊ നിന്നെ നീ അധർമ്മമാണ് കാണിക്കുന്നത്. നിന്നെ കൊല്ലേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ശിക്ഷിക്കേണ്ടത് രാജാവിന്റെ ഉത്തരവാദിത്തമാണ്. രാജാവിന്റെ പ്രതിനിധി ആയതുകൊണ്ട് ഞാനത് ചെയ്യും. അപ്പൊ തിരിച്ചു വാരി വയ്ക്കും. പക്ഷെ ഞാൻ വാനരനാണ്, മനുഷ്യനല്ല. വാനരന്മാരെപ്പോഴും കാമാസക്തിയുള്ളവരാണ്, ലസ്റ്റിയാണ്, ആഗ്രഹങ്ങളുള്ളവരാണ്. അപ്പൊ അതിലെന്താ തെറ്റെന്ന് ചെയ്യും. അപ്പൊ നീ വാനരനാണോ? നീ മനുഷ്യനാണെങ്കിൽ എങ്ങനെ? നീ വാനരനാണെങ്കിൽ ഞാൻ വേട്ടക്കാരനാണ്. വേട്ടക്കാരൻ എപ്പോഴും പുറകുന്നതാണ്, മരത്തിന്റെ പുറകിൽ മറവിൽ തന്നെയാണ് ചെയ്യാറ്. നീ മനുഷ്യനാണെങ്കിൽ ആ ധർമ്മമാണ് പറയുന്നത് വെച്ചെങ്കിൽ ധാർമ്മികമായിട്ട് നിന്നെ ഞാൻ വധിക്കേണ്ടത്. ഞാൻ രാജാവിന്റെ പ്രതിനിധിയാണ്. പക്ഷെ നീ വാനരനാണെങ്കിൽ പിന്നെ ഞാൻ വേട്ടക്കാരനാണ്, അപ്പൊ പുറകിൽ നിന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് വാക്ചാതുര്യം കഴിഞ്ഞാൽ സാധാരണ രാമൻ എങ്ങനെ സംസാരിക്കാറുണ്ടോ? ഇല്ല. ആരെയൊക്കെ സാധാരണ സംസാരിക്കാറ്? കൃഷ്ണനാണ് സംസാരിക്കുന്നത്. അതാ പറയുന്നത്, കൃഷ്ണൻ ഇതിന്റെ എല്ലാ ക്വാളിറ്റീസ് രാമനുണ്ട്, അത് എക്സിബിറ്റ് ചെയ്യില്ല. നമ്മൾ വിചാരിക്കും അത്ര ഇത്ര ശതമാനമുള്ളൂ, അങ്ങനെയല്ല. അത് മാനിഫെസ്റ്റ് ചെയ്യില്ല, കാണിക്കില്ല എന്നാണ്. കൃഷ്ണൻ വരാത്തതുകൊണ്ട് യാതൊരു വ്യത്യാസമില്ല, 100% സെയിം ആണ്. പക്ഷെ എന്താണ്? ഭാവമാണ്, എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ രാമൻ ഇതാണ് കാണിക്കുന്നത്, കൃഷ്ണന്റെ ഇതാണ് കാണിക്കുന്നത്. എന്നിട്ട് പക്ഷെ പറയും, അടുത്ത ജന്മം എന്റെ അടുത്ത അവതാരത്തില് നിനക്ക് തിരിച്ച് എന്നെ ചെയ്യാനുള്ള അവസരം തരാം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ഇതാ പറഞ്ഞ ആദ്യം എന്തുണ്ട്? ഗാന്ധാരന്റെ ശാപം, പിന്നെ അത് കഴിഞ്ഞ് ദുർവാസാവിന്റെ ഈ ശാപം, അത് കഴിഞ്ഞിട്ട് വാലിക്ക് കൊടുത്തവർക്ക് കർമ്മം തിരിച്ചു വരുന്നു എന്നുള്ളത് ഭഗവാനെ പഠിപ്പിക്കണം മനുഷ്യരെ. മനുഷ്യർക്ക് ഇത് ബാധകമാണ്, അതുകൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം എന്തുകൂടി ഉണ്ട്? ഒരു കഥയില്ലേ, പായസം. എന്തുകൊണ്ടാണ് സോളിന് മാത്രം പ്രശ്നം പറ്റിയത്? അവിടെ മാത്രം വസ്ത്രം ചെയ്യുന്നത്? അതിലൂടെയാണ് ഭഗവാൻ അപ്രത്യക്ഷനാവുള്ളൂ പറയുന്നത്. ദുർവാസാവ് മഹർഷിയുടെ അതാണത്. അതെങ്ങനെ സംഭവിക്കുന്നത്? ദുർവാസാവ് മഹർഷി ഒരു ദിവസം കൃഷ്ണൻ തന്നെ ഒപ്പിക്കുക. കൃഷ്ണൻ ദുർവാസാവിനെ വീട്ടിലേക്ക് ക്ഷണിക്കും. കൊട്ടാരേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയും വരില്ല, പിന്നെ പറയും വരും. നേരെ വന്നിട്ട് പറയും വേഗം ഗംഭീരമായ സദ്യ ഉണ്ടാക്കാൻ പറയും. അപ്പൊ രുക്മിണി ദേവിയും എല്ലാവരും കൂടി ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി, അല്ലെ ദ്വാദശ പ്രസാദമല്ല, അവിടെ ചപ്പൻ പ്രോഗ്രാം വലുതാണ്, അത്രയും ഉണ്ടാക്കി കുന്നോളം എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ പറയും എനിക്കൊരു മൂടില്ല, ഞാൻ കഴിക്കുന്നില്ല. ദുർവാസം എതിർ കിടന്നുറങ്ങും. എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നട്ടപ്പാതിരിക്ക് എണീച്ചിട്ട് പറയും എനിക്കിപ്പൊ കിട്ടണം ഭാഷണം, എന്ത് വേണം? പായസം വേണം. രുക്മിണി ദേവി അപ്പം അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും. എന്നിട്ട് അത് എടുത്തോണ്ട് വരാൻ പറയും. കൃഷ്ണൻ രുക്മിണി ദേവി കുടത്തിൽ അതാക്കിയിട്ട് വരും, പാത്രത്തിൽ അതേ വരുമ്പോൾ പറയും പുറത്തേക്ക് പോകാൻ പറയും, പുറത്തേക്ക് വരാൻ പറയും. നിലാവത്ത് പുറത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഇതിപ്പോൾ എന്ത് ചെയ്യണം? നീ കുടിക്കണം. ഞാനത് കുടിക്കുന്നില്ല. ഞങ്ങള് കഴിക്കണോ? വേണ്ട. അത് കൈയിടാൻ പറയും. കൈയിട്ടു മേത്ത് മുഴുവൻ പരട്ടാൻ പറയും. ഓക്കെ, അല്ല കൃഷ്ണന്റെയും രുക്മിണിയുടെയും രണ്ടുപേരോടും അവര് മേത്ത് മുഴുവൻ പരട്ടും. മേത്ത് മുഴുവൻ പരട്ടിയിട്ട് എന്നിട്ട് പറയും എന്ത് ചെയ്യും? തേര് കൊണ്ടുവരാം. എനിക്കിപ്പൊ കൃഷ്ണന്റെ തേരിൽ കയറണം. രഥം കൊണ്ടുവരാൻ പറയും. രഥം കൊണ്ടുവരും. അപ്പൊ ദാരുകൻ കൃഷ്ണന്റെ ഡ്രൈവർ അതേപോലെ പോകാൻ പറയും. പോയി കുതിരകളെ അയച്ചു വിടാൻ പറയും. കുതിരകളെ അയച്ചു വിടും. എന്നിട്ട് കയറി നിൽക്കും ദുർവാസവ ഈ രഥത്തിന്. എന്നിട്ട് പറയും രുക്മിണിയോട് എടുത്ത് വലിക്കാൻ പറയും. അപ്പൊ രുക്മിണി എടുത്ത് വലിക്കും. എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല, വലിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും, പറ്റുന്നില്ല. അപ്പൊ ദുർവാസ പറയും പ്രസംഗം ഒരു ആ പായസം വന്ന ആയ സ്ഥലത്ത് ഒന്നും കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല. അപ്പൊ കൃഷ്ണനോട് പറയും പക്ഷെ നീ അനുസരണക്കേട് കാണിച്ചു, കാലിന്റെ ഉള്ളക്കാലിൽ മാത്രം പരട്ടിയില്ല, അടിയിൽ മാത്രം. അതുകൊണ്ട് അവിടെ കൊണ്ടായിരിക്കും നിന്റെ പ്രശ്നം. അപ്പൊ അതും പാലിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് അവിടെ തന്നെ അമ്പ് വാങ്ങിക്കുന്നത്. ഇത്രയും ചെയ്യും. ഇനി വേറെ ഒന്നുകൂടി ഉണ്ട്. അതും എങ്ങനെ മനസ്സിലാക്കെങ്കിൽ ഭഗവാൻ ശരീരം അവശേഷിപ്പിച്ചിട്ടുണ്ടോ? ഭഗവാൻ ശരീരം അവശേഷിപ്പിക്കോ? അപ്പൊ അർജുനൻ കൊണ്ട് ജയിപ്പിക്കുന്നത് അർജുനൻ കൊണ്ട് കൺവൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കിയായിട്ടുള്ള ഹൃദയം എന്ന് പറഞ്ഞിട്ടാണ് ജഗന്നാഥിന്റെ അവിടെ ഇപ്പോൾ ഇരിക്കുന്നത് പറയുന്നത്. പക്ഷെ അതിന് ശാസ്ത്രവിധി ഇല്ല, അത് ഹൃദയമാണെന്നുള്ളതിനൊന്നും. പക്ഷെ ഭഗവാന്റെ ശരീരം അവിടെ ബാക്കിയായി അത് അർജുനൻ ജയിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പൊ അതെന്താ? അതും വിശ്വനാഥ ചക്രത്തിലാക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഈ ഭാഗവതാമൃത കണം എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ഒരു എക്സാമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. അതും ഒരു കഥയാണ്. ആ കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊരു മാന്ത്രികൻ ഉണ്ടായിരുന്നു. വിശ്വനാഥ ചക്രവർത്തി താക്കൂർ ഭാഗവതാമൃത കണത്തിൽ പറയുന്ന ഈ ഭാഗം പറയുന്ന കഥയാണ്. ഒരു മാന്ത്രികൻ അദ്ദേഹം ഒരു രാജ്യത്തിലേക്ക് വന്നു. എന്നിട്ട് രാജാവിനെയും മറ്റെല്ലാവരും മുന്നിൽ അദ്ദേഹത്തിന്റെ വിദ്യകൾ കാണിക്കാൻ തുടങ്ങുന്നു. അപ്പൊ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. അദ്ദേഹം എത്തിച്ച് മൃദംഗം എടുത്തിട്ട് മൃദംഗം നന്നായി വായിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 വടി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറ് വലിച്ചു കെട്ടി. എന്നിട്ട് എന്ത് ചെയ്യും? ഭാര്യ എന്ത് ചെയ്തു? ഈ പത്നി അതിന്റെ മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? നടക്കല്ല, നൃത്തം ചെയ്തു. മൃദംഗത്തിന്റെ താളത്തിൽ വെച്ചിട്ട്, വെറുതെ അല്ല, തലയിൽ 6 കുടം വെച്ചിട്ട്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഭർത്താക്കന്മാർക്ക് സന്തോഷിക്കാം. ഭർത്താവിന്റെ താളത്തിന് വെച്ചിട്ട് ഭാര്യയുടെ കൊടുത്തോളൂ. ഓക്കെ,
ഭാര്യയുടെ താളത്തിൽ വെച്ച് ഭർത്താവല്ല. തമാശക്ക് പറഞ്ഞാണ് ഭർത്താവ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതെല്ലാം ഭയങ്കര പെർഫോമൻസ് കണ്ട് രാജാവിന് ഭയങ്കര സന്തോഷം. ഇവർ വന്നിട്ട് 2 നെക്ലേസുകൾ മാലകൾ ഇവർ കൊടുക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് കഴിക്കുന്നത് ഈ കുട്ടികൾ 2 പേര് വന്നിട്ട് അത് പിടിച്ചു വയ്ക്കാൻ പറയും. ഞങ്ങൾക്ക് വേണം പറയും. അച്ഛൻ്റെ പറയും ഉണ്ടായി നമ്മൾ കാണിക്കുന്നവനെ വീട്ടിൽ പോയിട്ട് തരാം ഇവിടെ കാണിക്കാൻ മര്യാദയ്ക്ക് കയറും. ആൾക്കാർ കാണണം, അതൊരു വിഷയമില്ല. ഒരാൾ എന്ത് ചെയ്യും വെച്ചാൽ അമ്മടേന്ന് പിടിക്കും. അച്ഛൻ്റെ പിടിക്കാൻ എളുപ്പം അമ്മടേന്ന് പിടിക്കാനാണല്ലോ. അമ്മടേന്ന് പിടിച്ചു. അപ്പോൾ ഇത് കിട്ടിയെന്നുണ്ടപ്പോൾ മറ്റേ കുട്ടി എന്ത് ചെയ്യും? അച്ഛൻ്റെ പിടിക്കാൻ എളുപ്പം നീ വെൻ്റേന്ന് പിടിക്കുന്ന അവിടെ പോയി പിടിയും വരും. അവസാനം ഇവര് വന്നത് പത്രത്തിൽ അവരെപ്പോഴും കത്തിയൊക്കെ കൊണ്ടുനടക്കുന്നവരാണ്. അവർ നേരെ കത്തിയുടെ അങ്ങോട്ടോട്ട് കുത്തും. 2 പേരും അവിടെ മരിച്ചു. 2 കുട്ടികൾ മരിച്ചു. ഈ മരിച്ചു വീഴുന്നത് ആകെ ചോരക്കളി. ഇത് കണ്ടിട്ട് അമ്മ ചോദിക്കും, ഇതിനു വേണ്ടിയാണ് എനിക്ക് ഈ സമ്മാനം കിട്ടിയത്. ഇതിലൂടെ എന്താ കാര്യം? എൻ്റെ മക്കൾ പോയി. അവർ സ്വയം കത്തിയെടുത്തിട്ട് കഴുത്ത് കട്ട് ചെയ്ത് ത്രോട്ട് സ്ലിറ്റ് ചെയ്തിട്ട് അവർ അവിടെ മരിച്ചു വീഴും. ഇത് കാണുമ്പോൾ ഇതെല്ലാം കണ്ട് ഭാര്യയും പോയി മക്കളും പോയി. ഇനി എനിക്ക് എന്തെങ്കിലും ഇതെല്ലാം കിട്ടിയിട്ടെന്ന് വെച്ചാൽ അയാളും സ്വയം മരിക്കും. അങ്ങനെ കണ്ടുന്നവർ മുഴുവൻ തരിച്ചിരിക്കുക. എന്താ വേണ്ട, ഇത്ര നന്നായി പെർഫോം ചെയ്ത് സമ്മാനം കൊടുത്ത് ഇപ്പം 4 പേരോടെ മരിച്ചെടുക്കുന്നത് ആകെ ചോര പൊഴിയും. അപ്പോൾ രാജാവ് ക്ലീൻ ചെയ്യാൻ പറ്റും. എല്ലാം ഒക്കെ ആക്കി ആ ശരീരങ്ങൾ മുഴുവൻ ദഹിപ്പിക്കും. എന്നിട്ട് ആളുകളെല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ രാജ്യം മുഴുവൻ കണ്ടുന്ന എല്ലാ ജനങ്ങളും മുഴുവൻ രാജാവടക്കം എല്ലാവരും ഭയങ്കരമായ ദുഃഖത്തിൽ. എന്താ ഉണ്ടായത്? ഇത് നമ്മൾ രസിപ്പിച്ചു, പക്ഷെ ഇങ്ങനെ ആയി പോയിരുന്നു. എന്താ ഇങ്ങനെ ഉണ്ടായത്? നമ്മൾ മുന്നിൽ നടന്നുള്ള അവസ്ഥ ഇതേപോലെ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പക്ഷേ രാജാവിന് കത്ത് പോകും. ആ കത്തിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രകടനത്തിലുള്ള സമ്മാനം അങ്ങ് തന്നു, 2ാമത്തെ പ്രകടനത്തിലുള്ള സമ്മാനം തന്നില്ലല്ലോ. മാന്ത്രികൻ എന്നിട്ട് അഡ്രസ്സും വെച്ചിട്ടുണ്ട്. രാജാവും മാന്ത്രികൻ മരിച്ച മാന്ത്രികൻ്റെ കത്താണ്. രാജാവും പരിവാരങ്ങളും കൂടി എല്ലാവരും കൂടി അവിടെ പോയി നിന്നു. ഈ സ്ഥലത്തെത്തുമ്പോഴാണ് കുട്ടികൾ പുറത്ത് കളിക്കുന്നു, അയാൾ ഗാർഡനിൽ നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭാര്യ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇവരെ കണ്ടിരിക്കും. എന്താ സുഖല്ലേ എന്ന് ചോദിക്കും രാജാവ്. രാജാവ് സംസാരിക്കും. ഇനി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടുകഥകളാണോ വെറും വെറുതെ ഉണ്ടാക്കി പറയുന്ന കഥകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PC സർക്കാരിലേക്ക് വന്നവർ ഒരു പഴയ ഇന്ത്യൻ മാന്ത്രികനാണ്. കേട്ടിട്ടുണ്ട് പേര്? ഇന്ത്യൻ മജീഷ്യൻ, വിസാർഡ് എന്ന് വിളിച്ചിരുന്ന PC സർക്കാർ ജീവിച്ചിരുന്ന മനുഷ്യൻ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ജീവിച്ചിരുന്ന മനുഷ്യൻ. ഓക്കെ, PC സർക്കാർ എന്ന് പറഞ്ഞ മാന്ത്രികൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തവണ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുത്തു. അത് പറഞ്ഞ് 4 to 6 ഞങ്ങൾ ചായ കുടിക്കുന്ന സമയം 4 to 6 ആ സമയത്ത് വന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്തൊരു കാത്തിരിക്കുകയാണ്. PC സർക്കാർ വരും പറഞ്ഞു. 4 മണിക്ക് ഇവർ ചായ കുടിക്കുന്നവരോടൊപ്പം പെർഫോമൻസ് കാണാനിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാണ്, വരുന്നില്ല. എൻ്റെ ക്ലാസ് പോലെ തന്നെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. 4:15 4:30 4:45 ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് മുഴുവൻ കാത്തിരിക്കുക അദ്ദേഹത്തിന് കാണാനായിട്ട്. നിങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇയാൾ വെറും ഒരു സർക്കാർ ഒരു മജീഷ്യൻ. നമ്മൾ ഇത്രയും ഗവൺമെന്റ് ഒഫീഷ്യൽ ഉത്തരവാദിത്തമുള്ള നമ്മുടെ സമയം മെനക്കെടുത്തിട്ട് നിൽക്കുക. 1 മണിക്കൂറായിട്ട് എത്തുന്നില്ല. 5 മണിക്ക് അദ്ദേഹം. ഓക്കെ, 5 മണിക്ക് വന്നു ഇവര് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾ ആരും നിങ്ങൾ വെച്ചിട്ട് 1 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞ സമയത്തിന് വരെയാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ബിഗൺ മൈ ആക്ട്. ഞാൻ എൻ്റെ പെർഫോമൻസ് തുടങ്ങിക്കഴിഞ്ഞു. ആർക്കൊന്നും മനസ്സില്ല. എല്ലാവരും വാച്ചിലേക്ക് നോക്കുള്ളൂ. എല്ലാവരും വാച്ചിലേക്ക് നോക്കിയപ്പോൾ 4:01 1 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ 1 മിനിറ്റ് 1 മണിക്കൂറായിരുന്നു അവരെ കൊണ്ട് തോന്നിപ്പിച്ചു. മാസ് ഹിപ്നോട്ടിസം. ഇത് ആധുനിക ഇന്ത്യൻ സ്വാതന്ത്ര്യ PC സർക്കാർ എന്ന മാതൃക ചെയ്ത് കാണിച്ചതാണ്. മറ്റൊരു പെർഫോമൻസിൽ അദ്ദേഹം തോന്നിപ്പിച്ചു, എല്ലാവരും ഹിപ്നോട്ടൈസ് ചെയ്ത് തോന്നിപ്പിച്ചു. തീപിടുത്തം ഉണ്ടായിരുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, നിലവിളിക്കുന്നത്, കൈ പൊള്ളുന്നേ, കാല് പൊള്ളുന്നേ, കത്തി പിടിക്കുന്നേ ചെയ്തു. ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ട് തീ കെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ അടങ്ങുന്നു. നോക്കുമ്പോൾ ഒന്നുമില്ല, തീയുമില്ല, പുകയില്ല, ഒന്നുമില്ല. ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് തോന്നിപ്പിച്ചു. ഇന്ദ്രജാലം. അതാണ് ഭഗവാന്റെ അപ്രത്യക്ഷത്തിലുള്ള അവസാനത്തെ കാരണം. ഭഗവാന്റെ ചില ലീലകളൊക്കെ കൃത്രിം എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ഇല്ലാതെ തന്നെ തോന്നിക്കുക. ഇന്ദ്രജാലം. സുഖമായിട്ട് ഭഗവാൻ അവിടുന്ന് കരുണയോട് വരാൻ പറഞ്ഞ് പോവാം. ഒരു സെലസ്റ്റിയൽ പ്ലെയിൻ വന്നിട്ട് പലരും പോകുന്നില്ല. ഇങ്ങനെ ധ്രുവരാജ് പോയിട്ടുണ്ട് അല്ലേ, പ്രഹ്ലാദ് പോയിട്ടുണ്ടെങ്കിൽ പല ആളുകളും പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സെലസ്റ്റിയൽ പ്ലെയിൻ വേണമെങ്കിൽ വരാം, അത് കയറി പോവാം. പക്ഷെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ തന്നെ അല്ലേ, ഈവൻ യുധിഷ്ഠിരൻ വരെ ശരീരത്തോടു കൂടിയാണ് പോകുന്നത്. ശരീരം അവശേഷിപ്പിട്ടില്ല യുധിഷ്ഠിരൻ. പാണ്ഡവരിൽ യുധിഷ്ഠിരൻ മാത്രം സ്വന്തം ശരീരത്തോടു കൂടിയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പൊ അത് പൂന്താനം അങ്ങനെയാണ് അവർ പോയിട്ടുള്ളത്. മീരാദേവി, ഐ തിങ്ക് മീരാബായി അങ്ങനെ തന്നെയാണ് പോയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചൈതന്യ മഹാപ്രഭു അവശേഷിപ്പിച്ചിട്ടില്ല.
അപ്പൊ ഇങ്ങനെ രാമൻ സരയുവിലേക്ക് പോകുന്നേ ഉള്ളൂ. ശരീരം കിട്ടിയിട്ട് മൂന്നാം പക്കം കിട്ടിയതായിട്ട് എവിടെയും ഇല്ല. അപ്പൊ ഇതേമാതിരി പോവാവുന്നതേ ഉള്ളൂ ഭഗവാന്. പക്ഷെ അപ്പം എന്തുണ്ടാവും, ഇത് ഭഗവാനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇന്ദ്രജാലം ഇങ്ങനെ കണ്ടിട്ടും ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ, ഭക്തി ചെയ്യാൻ കഴിയുന്നവരുണ്ടല്ലോ, ഭാഗ്യമുള്ളവരാണ്. അവർ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തുള്ളവർ മതി. അതാണ് ജന്മകർമ്മശ്ചമേ ദിവ്യം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നവർ, ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്നവരെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അതിനുള്ളൊരു കുറെ ആൾക്കാരെ ഡൈവേർട്ട് ചെയ്യാൻ ശങ്കരാചാര്യ വന്നെന്തിനാ, കുറെ ആളുകൾ ഡൈവേർട്ട് ചെയ്യാനാണ്. ബുദ്ധൻ വന്നെന്തിനാ, കുറെ ആളുകൾ ഡൈവേർട്ട് ചെയ്യാനാണ്. ഇതേമാതിരി ഭഗവാന്റെ ഒരു ഇന്ദ്രജാലമാണ്. ഈ ഇന്ദ്രജാലമാണ് കൃത്രിം എന്ന വകുപ്പിലുള്ള ലീലയാണ്. നിത്യലീല എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ കൃത്രിം ലീലയാണ് ഭഗവാൻ അവിടെ കാണിക്കുന്നത്. ഇത് കാണിച്ചിട്ടാണ് ഛായാസീതയാണ്. രാവണന് ശരിയായ സീതയെ അപഹരിച്ചിട്ടില്ല. ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തന്മാരും. അപ്പൊ അവിടെ പോയിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാർക്ക് നമ്മൾ ജന്മം എടുക്കുമോ? എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? അവർ പുനർജന്മം എടുക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ഭക്തന്മാർ വീണ്ടും തിരിച്ചു വരുമോ? പ്രഭുപാദനെ പോലുള്ളവർ വരാം, ആചാര്യന്മാർ വരാം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, പ്രഭുപാദിന്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഒരു തവണ ശിഷ്യന്മാരെ വേണ്ടി ഈവനിംഗ് വാക്കിന് പോകുന്ന സമയത്ത് നേരെ കുറെ നേരം ചന്ദ്രനെ നോക്കിക്കും. ചന്ദ്രനെ നോക്കി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇങ്ങനെ ചന്ദ്രനെ, ഗുരുമരാജ് ചന്ദ്രനെ നോക്കിക്കുന്നു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയും, എന്താ മഹാരാജ് പറയും, കലിയുഗ ഹാസ് സ്റ്റാർട്ടഡ് ഓൺ മൂൺ പ്ലാനറ്റ്. അവിടെ ചന്ദ്രനിൽ കലിയുഗം തുടങ്ങിക്കഴിഞ്ഞു. ആളുകൾ കൂടുതൽ ബാഹിർമുഖ എന്താണ്, മെറ്റീരിയലിസ്റ്റിക് ആവാൻ, ഭൗതികവാദികളാവാൻ തുടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് ഐ വിൽ ഗോ ദേർ ഫോർ പ്രീച്ചിങ്. അടുത്ത എനിക്ക് അവിടെ പോണം പ്രീച്ചിങ്. ഓക്കെ, അതാണ് പ്രഭാത് പറയുന്നത്. വൈഷ്ണവാസ് ദോസ് റീസൺ ഇൽ ഹു തിങ്ക്സ് വൈഷ്ണവാസ് ഡൈ. അവരും മരിക്കുന്നില്ല. പ്രൊഫസർ ഐ വിൽ ലീവ് ത്രൂ മൈ ബുക്സ്. ഒരൊറ്റ കാര്യം കൂടി കാണിച്ചുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ ഈ കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇത് അതേപോലെ അത്രയും വലിയൊരു സൗഭാഗ്യമാണ് ഇതുപോലുള്ളൊരു പരമ്പരയിൽ വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവഗോസ്വാമിയുടെ, ഞാൻ പറയാൻ വിട്ടുപോയ റെഫറൻസാണ്, ജീവഗോസ്വാമിയുടെ ഗോപാല ചമ്പൂരാണ് ഈ വൃന്ദാവന കൃഷ്ണനും ഈ അതിലേക്ക് വസ്ത്രകൃഷ്ണൻ മെർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിരിക്കുന്നത് ജീവഗോസ്വാമിയുടെ ഗോപാല ചമ്പൂരാണ്. ഞാൻ പറഞ്ഞ ഗോലോക വൃന്ദാവനത്തിനെ കുറിച്ചുള്ളതെല്ലാം ലഘുഭാഗവതാമൃതം അതിനെ ബേസ് ചെയ്തിട്ടുള്ള വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറുടെ ഭാഗവതാമൃത കണം എന്ന കമന്ററിയിലുമാണ് ഉള്ളത്. അപ്പൊ ഈ ജീവഗോസ്വാമി, രൂപഗോസ്വാമി, അതേപോലെ ചൈതന്യ മഹാപ്രഭു, അതേപോലെ നമ്മളെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ, ഇതിനെ എല്ലാം വീണ്ടും ക്രിസ്പാക്കി ഈ രീതിയിലാക്കി നമ്മളിലാക്കി തന്നിരിക്കുന്ന ശിലപ്രഭുപാദ്. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇല്ലായിരുന്നു, നമ്മളൊന്നും ഭക്തന്മാരാവില്ലായിരുന്നു. കൃഷ്ണൻ ജനിച്ചിട്ടുണ്ടായി, അപ്പൊ കൃഷ്ണൻ മരിച്ചിട്ടുമുണ്ട്. അമ്പുകൊണ്ട് ചാരികം പറഞ്ഞിട്ട് അത് ഒരു പരമ്പര മാത്രമേ ഉള്ളൂ. അത് ഒരു താൽക്കാലികമൊരു അവതാരമായിരുന്നു, ശരീരം തന്നെ ആയിരുന്നു ആരെങ്കിലും പറഞ്ഞാൽ അതും കേട്ടിരിക്കും. പക്ഷെ ഇതെല്ലാം അല്ലാതെ ഈ ചോദ്യോത്തരങ്ങളെല്ലാം ആചാര്യന്മാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് തുടക്കക്കാലം രീതിയിൽ വേണ്ട രീതിയിലുള്ളതെല്ലാം പ്രഭാത് തന്നിട്ടുണ്ട് ഓൾറെഡി. പ്രഭാത് ഓൾറെഡി എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രഭാതത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം, റീഡൻസിന്. ഇവ ഈ ചെയ്യുന്നത് ഈ പ്രീച്ചിങ് ഞാൻ സക്സസ്ഫുൾ കരുതും. ഇപ്പോൾ ആരെങ്കിലും ഇത് കൊണ്ട് പ്രഭാതത്തിന്റെ ഈ പറഞ്ഞ ബുക്സ് കൂടുതൽ വായിക്കുകയാണ്. കാരണം ഹിസ് ഹോളിനെസ് രോമപാദ സ്വാമിരാജന്റെ ഒരു കോട്ടുണ്ട്, പ്രീച്ചിങ് മീൻസ് ഗിവിംഗ് ദം എനർജി ടു റീഡ് ശ്രീല പ്രഭാസ് ബുക്സ്. പ്രീച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രഭാതന്റെ പുസ്തകം വായിക്കാനുള്ള ഊർജ്ജം ആളുകൾക്ക് നൽകുന്നത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീച്ചിങ് സക്സസ്ഫുൾ ആണ്, ഇല്ലെങ്കിൽ ആസ് എ ടീച്ചർ. പക്ഷെ പ്രീച്ചർ ഫെയിൽ ആയാലും കുഴപ്പമില്ല, ഹരികഥ നടക്കുന്നുണ്ട്. ഹരികഥയിലൂടെ നമ്മൾ സ്വയം ശുദ്ധീകരിക്കും. അത് ഹൃദയത്തിനോട് സംസാരിക്കുന്നതാണ്. അതേപോലെ കേട്ടിരിക്കുന്നവർക്കും കൂടുതൽ ശുദ്ധീകരിക്കും. പറയുന്ന ആൾക്കും അത് സേവയാണ്. പറയുന്ന ആൾക്ക് വീണ്ടും പറയാനുള്ള സേവ കിട്ടും. കേൾക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള സേവ ഭഗവാൻ തന്നെ തരുന്നു. ഭഗവത്ഗീത പഠിക്കുമ്പോൾ രാധാറാണിയോട് കൂടി ഭഗവാൻ സംപ്രീതനായിട്ട് അവിടെ ഉണ്ട്. ശ്രീല പ്രഭുപാദ്. അപ്പൊ എന്റെ ചോദ്യം അതാണ്,